ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി തിരുവചനത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ വായിച്ച് സഹായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 8 വരെയുള്ള വേദഭാഗം വായിച്ച് സഹായിപ്പാൻ ഓർപ്പിക്കുന്നു. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹവൃത്തിനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. നമുക്ക് ഒരു നിമിഷം കൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മഹത്വവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, നല്ല സന്ധ്യയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രാവശ്യവും ദൈവകൃപയിൽ ശരണപ്പെട്ട ഭാരതപ്പുഴ കൺവെൻഷൻ ആരംഭിപ്പാൻ ദൈവം കൃപ ചെയ്തല്ലോ. അതിൻ്റെ പിമ്പിൽ പ്രവർത്തിച്ച കർത്തൃദാസന്മാരെ, സഹോദരന്മാരെ ശക്തീകരിച്ചതോർത്ത് സ്തോത്രം. ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ സുവിശേഷ യോഗം കേൾവിക്കാർക്കും കൂടപ്പെടുന്നവർക്കും അനുഗ്രഹമാക്കി തീർക്കുകയും പ്രിയപുത്രൻ ഈ ദിവസങ്ങളിൽ പിന്നെയും മഹത്വപ്പെടുവാൻ ഇടയാക്കുകയും ചെയ്യണമെന്ന് അവിടുത്തോട് അപേക്ഷിക്കുന്നു. ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്ന ഏവർക്കും ഇത് അനുഗ്രഹമാക്കി തീർക്കണം. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തുകയാണ്. എളിയവനെയും ശക്തീകരിച്ചാട്ടെ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൺവെൻഷൻ്റെ ചുമതലക്കാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വിശേഷിച്ച് ഇന്ന് രാത്രിയിലെ യോഗാധ്യക്ഷൻ, ഈ ഭാരതപ്പുഴ കൺവെൻഷൻ ദൈവകരങ്ങളിൽ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ഏൽപ്പിച്ച ബഹുമാന്യ കർത്തൃദാസൻ, പ്രാർത്ഥനയിൽ സഹായിച്ച ബഹുമാന്യ ദൈവഭൃത്യന്മാർ, ആശംസാവാചകമായി അറിയിച്ച പ്രിയപ്പെട്ടവര്, അനുഗ്രഹിക്കപ്പെട്ടതായ ഗായക സംഘം, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എൻ്റെ സഹപടന്മാരായ ദൈവഭൃത്യന്മാർ, വിശേഷിച്ച് നല്ല നിലയിൽ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന മാന്യ സഹോദരന്മാർ, ഈ ശുശ്രൂഷ വിവിധ ഇടങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന ചുമതലപ്പെട്ടവർ, ഈ മണൽപ്പരപ്പിൽ പ്രാർത്ഥനയോടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരായ ദൈവകുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം ചൊല്ലുന്നു. വീണ്ടും ഇങ്ങനെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ഈ സ്ഥലത്ത് ഇങ്ങനെ സന്ദർഭം ലഭിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതിന് ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്ക് വിശേഷമായ നന്ദി വീണ്ടും രേഖപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രാവശ്യത്തെ യോഗത്തിൻ്റെ പ്രാരംഭ ദിവസമാണ്. എനിക്കും വരുവാൻ ഇടയായതിൽ കർത്താവിനും മഹത്വം. ഇങ്ങനെ ദൂരത്തിരിക്കുന്നത് കൊണ്ട് സാധാരണ നമ്മുടെ യോഗങ്ങളുടെ ഒരു അന്തരീക്ഷവും പ്രതീതിയും എനിക്ക് അനുഭവപ്പെടുന്നില്ല. തന്നെയല്ല, ഈ ലൈറ്റ് കണ്ണ് അങ്ങ് മഞ്ഞിച്ച് നിൽക്കുക, അതുകൊണ്ട് കാണാനും മേലാര്. ബിലയാൻ പറഞ്ഞതുപോലെ കണ്ണടച്ചിരിക്കുന്ന പുരുഷൻ ഇന്ന് അങ്ങനെ തോന്നുന്നത്.
എല്ലാവരെയും ദൈവം ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. വളരെ പരിചിതമായ ചില വേദശകലമാണ് ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 8 വരെയുള്ള വാക്യശകലങ്ങളാണല്ലോ. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവവചനത്തിൽ നിന്ന് രാത്രി ശാന്തമായിട്ട് ദൈവം നമ്മോട് ഇടപെടട്ടെ. ഒരിക്കൽ കൂടി ആ വേദഭാഗം വായിച്ച് സഹായിക്കണമെന്ന് കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായ സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയിൽ എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹവൃത്തിനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എത്ര നാൾ ചതിച്ചുകൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചുകൊള്ളും, എത്ര നാൾ ചതിച്ചുകൊള്ളും പിശാചി ലോകം, എത്ര നാൾ ഭരിച്ചുകൊള്ളും, എത്ര നാൾ പറഞ്ഞു കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും, എത്ര നാൾ പറഞ്ഞും കൊള്ളും അപവാദങ്ങൾ ശുദ്ധിമാന്മാരുടെ മേലും. കർത്താവെ നോക്കിക്കാൺക പാർത്തലത്തിൻ ദുരിതം, കർത്താവെ നോക്കിക്കാൺക പാർത്തലത്തിൻ ദുരിതം. സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ, സാത്താന്റെ ധിക്കാരത്തെ നീക്കുവാനായി പ്രിയ. കാന്താതാമസം എന്തഹോ വന്നിടാനേശു, കാന്താതാമസം എന്തഹോ, കാന്താതാമസം എന്തഹോ വന്നിടാനേശു. കാന്താരവീനായി കാത്തിരും എന്റെ മാനം, കാന്താനിൻ വരവീനായി കാത്തിരും എന്റെ മനം. വെന്തുരുകുന്നു കണ്ണും മങ്ങുന്നു മാനുവേലേ, വെന്തുരുകുന്നു കണ്ണും മങ്ങുന്നു മാനുവേലേ. താമസം എന്തഹോ വന്നിടാനേശു, കാന്താതാമസം എന്തഹോ. കർത്താവെ നോക്കിക്കാണോ കാന്താതാമസം എന്തഹോ വന്നിടാനേശു, കാന്താതാമസം എന്തഹോ, കാന്താതാമസം എന്തഹോ വന്നിടാനേശു, കാന്താതാമസം എന്തഹോ. ഒരിക്കൽ കൂടി കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. എനിക്ക് ഈ ലൈറ്റ് ഒന്ന് ഇച്ചിരി കുറയ്ക്കാമെന്നെങ്കിൽ എനിക്ക്
ഒക്കത്തില്ലായിരിക്കും അല്ലേ? കണ്ണം കഴിയുമ്പോൾ ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിച്ചത് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 മുതൽ 8 വരെയുള്ള വേദശകലമാണല്ലോ. ഈ തിരുവചന ഭാഗമോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മുമ്പേ ഓർപ്പിച്ചതുപോലെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് സാധാരണ നമ്മൾ ശുശ്രൂഷിക്കുന്ന നിലയിൽ ഒരു അന്തരീക്ഷവും ഒരു ക്രമീകരണവും വരുന്നില്ല. എന്നിരുന്നാൽ കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഒരു ദിവസം പശുവിനെ വഴി കെട്ടാന്ന അവിടെ ഇരിക്കട്ടെ. അതിനെ തിരിച്ച് മൊത്തം പോകരുത്, മതി, ഞാനങ്ങ് കണ്ണടച്ച് നിന്നോളാം. എൻ്റെ കണ്ണടണ വന്നേ ഉള്ളല്ലോ. നിങ്ങൾ പൊക്കോ അവിടെ ഇരുന്നോട്ട്, ഇനി ഒന്നും ചെയ്യണ്ട. അങ്ങോട്ട് നോക്കിയാലേ അത് തന്നെ. അവിടെ ഇന്ന് രാത്രി നമുക്ക് തിരുവചനത്തിൽ നിന്ന് അല്പസമയങ്ങൾ ചിന്തിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചില വർഷങ്ങളായി ഇവിടെ നടത്തപ്പെടുന്ന ഈ യോഗങ്ങൾ ഈ ദേശത്തിനും കൂടപ്പെടുന്ന എല്ലാവർക്കും അനുഗ്രഹമായി തീർക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ടും ഇന്ന് രാത്രിയിലും വരും ദിവസങ്ങളിലും കർത്താവ് ചെയ്യേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന് മഹത്വം. ഇന്ന് രാത്രി ഇവിടെ വായിച്ച് കേൾക്കപ്പെട്ടതായ തിരുവചന ഭാഗം വളരെ പരിചിതമായ ചില വേദശകലമാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 8 വരെയുള്ള വേദശകലങ്ങളാണ്. ഇന്ന് രാത്രി ഈ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. ഈ ഭാഗം മൊത്തത്തിൽ പഠിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ 6 വിശേഷതകളാണ് ഈ ഖണ്ഡികയ്ക്കകത്ത് അടങ്ങിയിരിക്കുന്നത്. സുവിശേഷത്തിൻ്റെ 6 സവിശേഷത അല്ലെങ്കിൽ വിശേഷതകൾ. എവിടെയും പറയാൻ കൊള്ളാവുന്ന, എവിടെയും ഉയർത്താൻ കൊള്ളാവുന്ന, എവിടെയും ഉച്ചസ്ഥലം ഘോഷിപ്പാൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ. അത് മറ്റൊന്നുമല്ല, സുവിശേഷം. ഏത് സ്ഥലത്തും ഏത് രാജ്യത്തും ഏത് വ്യക്തിയുടെ അടുക്കലും ഏത് ഭവനത്തിലും ഏത് പട്ടണത്തിലും ഏത് സ്ഥലത്തും ഉയർത്താൻ പറ്റുന്ന ഒന്നേ ഉള്ളൂ, അത് സുവിശേഷം. നല്ല വാർത്ത, ആ ഗുഡ് ന്യൂസ്, അത് മറ്റൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, നമുക്കറിയാം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ചിലർക്ക് പല ധാരണയാ. സുവിശേഷം മതപ്രസംഗമല്ല, ഇതൊരു മതമല്ലല്ലോ. അപ്പോൾ സുവിശേഷം മതപ്രസംഗമല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ തത്വ സംഹിതകൾ നിരത്തുന്നതല്ല. അതൊക്കെ നല്ലതാ, പക്ഷെ അതല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ പ്രത്യയ ശാസ്ത്രങ്ങളല്ല. അതും ചില സന്ദർഭത്തിൽ നല്ലതാ, പക്ഷെ സുവിശേഷം അതല്ല. സുവിശേഷം എന്ന് പറഞ്ഞാൽ സഭകളുടെ ഉപദേശം തെളിയിക്കുന്ന സ്ഥലമല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരത്തിന് സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇകലോകത്തിൽ ഇറങ്ങി വന്ന നസറായനായ യേശു ക്രിസ്തു. പൗലോസ് പറഞ്ഞ പദം, വാക്യം നിങ്ങളിൽ പലർക്കും നമുക്കെല്ലാം മനഃപാഠമാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ആ സുവിശേഷം എല്ലാ സ്ഥലത്തും ഉയർത്തുവാൻ, പറയുവാൻ ദൈവം നൽകുന്ന കൃപകൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ ശാന്തമായിട്ട് അല്പസമയങ്ങൾ ചിന്തിക്കാൻ പോകുന്ന ചെറിയ വിഷയം സുവിശേഷത്തിൻ്റെ 6 വിശേഷതകൾ, 6 സവിശേഷതകൾ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 8 വരെയുള്ള വാക്യമാണ് ഇതിന് ആധാരമായിട്ട് വായിച്ചത്. നമുക്ക്
നമുക്കറിയാം പുതിയ നിയമത്തിലെ 21 ലേഖനങ്ങളുണ്ട്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനം. ഇതില് സിംഹഭാഗ ലേഖനങ്ങളും ദൈവത്തിന്റെ ദാസനായ പൗലോസിനാൽ എഴുതപ്പെട്ട ഈടുറ്റ ലേഖനങ്ങളാണ്. പൗലോസിന്റെ ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ രക്ഷാശാസ്ത്രപരമായ ലേഖനമുണ്ട്, ക്രിസ്തുശാസ്ത്രത്തെ പ്രകീർത്തിക്കുന്ന ലേഖനമുണ്ട്, സഭാശാസ്ത്രപരമായി പഠിക്കുന്ന ലേഖനമുണ്ട്, അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനങ്ങളുമുണ്ട്. അതില് രക്ഷാ തത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനമാണ് നമുക്കറിയാം റോമാലേഖനവും കൊരിന്ത്യർക്കെഴുതിയ 1-2 ലേഖനവും രക്ഷാ തത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനമാണ്. എന്താണ് രക്ഷ? എന്താ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആരാണ് രക്ഷിതാവ്, ആരാണ് രക്ഷിക്കുന്നവൻ? രക്ഷയ്ക്ക് നിദാനമായ ഘടകം എന്ന് പറഞ്ഞാൽ ഭൗതിക വസ്തുക്കൾ കൊടുത്ത് വല്ലതും രക്ഷ സ്വായത്തമാക്കാൻ സാധ്യമാകുമോ? എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? ആരാണ് രക്ഷിതാവ്? ആ രക്ഷ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുകയില്ലയോ ഇത്യാദി വിഷയങ്ങളാണ് രക്ഷാശാസ്ത്രത്തിൽ നാം പഠിക്കുന്നത്. അറിവുള്ള കാര്യമാണെങ്കിൽ ഒന്നുകൂടെ പറയാം. രക്ഷിതാവ് ഒരുവനേ ഉള്ളൂ, നസറായനായ യേശു ക്രിസ്തു. രക്ഷിപ്പാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ മാനവ ജനതയ്ക്ക് രക്ഷയുള്ളൂ. അടുത്തത് ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനങ്ങളാണ്. എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, ഫിലേമോൻ. ഈ ലേഖനങ്ങളെല്ലാം ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ഈടുറ്റ ലേഖനമാണ്. യേശു ക്രിസ്തുവിന്റെ ജഡാവതാരം. എന്തിനാണ് ക്രിസ്തു ജഡാവതാരം എടുത്ത് ഈ ഭൂമിയിൽ വന്നത്? ജഡാവതാരം എടുക്കുന്നതിന് മുമ്പ് ക്രിസ്തു ഉണ്ടായിരുന്നോ? ആരായിരുന്നു? എവിടായിരുന്നു? എന്തായിരുന്നു? ശേഷമായി ക്രിസ്തുവിന്റെ തിരുപ്പിറവി, തൻ്റെ ജീവിതം, ജീവിതചര്യകൾ, ശുശ്രൂഷകൾ, താൻ ചെയ്ത അത്ഭുത പ്രവർത്തികൾ, ഒടുവിൽ കഷ്ടാനുഭവം, മരണം, അടക്കം, ഉയർപ്പ്, സ്വർഗാരോഹണം, ഒന്നുകൂടെ പറഞ്ഞാൽ തിരിച്ചുള്ള വരവ്, ഇതെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് സഭാശാസ്ത്രപരമായ ലേഖനമാണ് പൊന്തിഫിക്കൽ ലെറ്റേഴ്സ് എന്ന പൗരോഹിത്യ ലേഖനങ്ങൾ. അതാണ് തിമത്തിയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും. സഭാശാസ്ത്രപരമായ ലേഖനം. സഭയിൽ എങ്ങനെ ആയിരിക്കണം, സഭയുടെ നടപടിക്രമം, സഭയുടെ അംഗമാണെന്ന് പറഞ്ഞ് നെടുക നടന്നുകൊണ്ട് കാര്യമാകില്ല, അതിന് നടപടിക്രമങ്ങളുണ്ട്. വല്ലപ്പോഴും ഒരു സഭായത്തിന് വന്നു, ആണ്ടിലൊന്ന് വന്ന് തല കാണിച്ചു വെച്ച് പോയി. കാശും പുത്തനും ഉള്ളയാളാണെങ്കിൽ പുള്ളിക്ക് 5 മിനിറ്റ് കൊടുക്കും. ആചൻ ഒന്നും ഇല്ലാത്ത ആളാന്നെ ആരും മൈൻഡ് ചെയ്യത്തില്ല. നമ്മൾ പറയാം നമ്മുടെ സഭയുടെ മെയിൻ ആളാ, അവൻ സഭായത്തിന് വന്നിട്ട് 10 മാസം കഴിഞ്ഞു. കാശ് കിടന്ന് തള്ളുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഉപദേശിമാര് എന്നോട് ചോദിച്ചിരിക്കണം, മസിൽ പിടിച്ചൊന്നും ഇരിക്കരുത്. സ്തോത്രം പറയുകയും നിങ്ങളുടെ അത്ര ഒന്നും ഞാൻ പ്രസംഗിക്കത്തില്ല, അറിയത്തില്ല, എന്നാലും വാശിയൊന്നും പിടിച്ചിരിക്കരുത്. ഒന്നാമത് ഇവരില്ല, അങ്ങ് ദൂരെ ഇരിക്കുന്നതുകൊണ്ടൊരു നല്ലൊരു അന്തരീക്ഷം എനിക്ക് കിട്ടുന്നില്ല. അപ്പം അടുത്തിരിക്കുന്ന നിങ്ങൾ അല്ല, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞായിരിക്കും ഇനി പ്രസംഗിക്കുന്നത്, വിഷയം മാറ്റും. അപ്പോൾ സഭയ്ക്കകത്ത് നടക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. പൗലോസ് ആ കാര്യം വളരെ കർക്കശമായി പറയുകയാ. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്ക് വരുവാൻ ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനമുള്ള ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ എങ്ങനെ നടക്കണം. അപ്പം അതിന് നടപടിക്രമമുണ്ട്. അതാണ് തിമത്തിയോസിന്റെ 2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും തരുന്ന പാഠം, സഭാശാസ്ത്രപരമായ ലേഖനം. ഒടുവിലായിട്ട് ലേഖനം പഠിക്കുമ്പോൾ പൗലോസിന്റെ ലേഖനം അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനമാണ്. അതാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-2 ലേഖനം. അന്ത്യകാല ശാസ്ത്രം വിസ്തരിക്കേണ്ട ഭാഗമാ. എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം, കേൾവിക്കാർക്കും പലർക്കറിയാം. എങ്കിലും ഒറ്റ വാക്യം പറയാം. അന്ത്യകാല ശാസ്ത്രമെന്ന്
പറയുമ്പോൾ തന്നെ നമ്മുടെ ചിന്തയിൽ വരുന്നത് കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവും അനന്തര സംഭവങ്ങളും. ഇങ്ങനെയാണ് പൗലോസിന്റെ ലേഖനങ്ങളെ സാധാരണ തരംതിരിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് രാത്രി ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ഒരു ലേഖനമാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം. യേശുക്രിസ്തുവിന്റെ ദൈവത്വം, യേശുക്രിസ്തു ദൈവമാണ്, യേശുക്രിസ്തു ഏകദൈവമാണ്, യേശുക്രിസ്തു നിത്യദൈവമാണ്, യേശുക്രിസ്തു സത്യദൈവമാണ്, യേശുക്രിസ്തു മാത്രമാണ് ജീവനുള്ള ദൈവം, യേശുക്രിസ്തു മാത്രമാണ് അവൻ ഉയർത്തെഴുന്നേറ്റ ദൈവം, യേശുക്രിസ്തു മാത്രമാണ് ഇന്നും ജീവിക്കുന്ന ദൈവം. ഒരമ്മ മാത്രം ഇരുന്ന് ഗ്ലോറിയും ഹാലേലിയാൻ പറയുന്നുണ്ട്, ദൈവം അനുഗ്രഹിക്കട്ടെ. ആകെ എല്ലാം വന്ന് മണലിൽ വെറുതെ കിടക്കുക. അതുകൊണ്ട് നമുക്ക് ചേർന്നൊരു പാട്ട് പാടാം. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ആമേൻ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ ഇനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാം. എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. നമ്മുടെ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. അപ്പൊ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് ഉദ്ദേശിക്കുന്നതും ആശിക്കുന്നതും തെളിയിക്കുന്നതും യേശു ക്രിസ്തുവിന്റെ ദൈവത്വം. യേശു ക്രിസ്തു ഏകദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു ജീവനുള്ള ദൈവം. പൗലോസ് വേറൊരു ഭാഗത്ത് കൊടുത്ത പദം നമുക്കെല്ലാം മനഃപാഠമാ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. എനിക്ക് ആ വാക്യം വളരെ താല്പര്യമുള്ളൊരു വാക്യമാണ്. അതൊന്ന് വായിച്ചേര്. തീത്തോസ് 2:11 മുതൽ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തിരിക്കുന്ന മതി. എല്ലാ ഭാഗവും വായിക്കണ്ട. ആ പറ നമുക്കെല്ലാം വളരെ മനഃപാഠമായ ഒരു വാക്യമാണ്. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. ഈ കാണുന്ന സകല ചരാചരങ്ങളെയും അണ്ടകടാകത്തെയും നിർമ്മിച്ച സർവശക്തനായ ദൈവം, ഈ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ച ദൈവം, അല്ലാതെ ഒരു ഏരിയ മാത്രം സൃഷ്ടിച്ച ദൈവം അല്ല. ഞാൻ ഈ ഏരിയ സൃഷ്ടിച്ചോളാം, നിങ്ങളെല്ലാം പോയി വേറെ ഏരിയ വല്ലതും സൃഷ്ടിക്കുക. സർവവും സൃഷ്ടിച്ച ദൈവം. അതാണ് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യവും നമുക്ക് മനഃപാഠമാവും. ഒന്ന് വായിച്ചോ. ഇന്ന് വാക്യം വായിച്ചു കുഴയും, എന്നാലും വായിച്ചോ. വാക്യമല്ലേ 4:11 വെളിപ്പാട്. കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്നും പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇടും. അപ്പോൾ അവിടെ കർത്താവേ, നീ സർവ്വവും സൃഷ്ടിച്ചവനാ.
ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തുവാണ് സർവത്തെ സൃഷ്ടിച്ചവൻ. ഈ കാണുന്ന സകല ചരാചരങ്ങളെയും അണ്ടകടാകത്തെയും ബ്രഹ്മാണ്ട കൂടിനാട്ടെ നക്ഷത്രങ്ങളെയും എന്ന് വേണ്ട ഭൂചര ഖേചര വസ്തുക്കളെയും സകലത്തെയും സൃഷ്ടിച്ചവൻ നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തു. കൊലോസ്യ ലേഖനത്തിൽ ആ കാര്യം പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. 1:15 മുതൽ എന്ന് വായിച്ചേ മോളെ. 1-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യം, അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സർവ സൃഷ്ടിക്കും ആദിജാതനാ ക്രിസ്തു. അതുകൊണ്ട് നമ്മുടെ ഈ ആയുസ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സർവ സൃഷ്ടിക്കും ആദിജാതനായ, സർവത്തെ സൃഷ്ടിച്ചവനായ, സർവത്തെ നിയന്ത്രിക്കുന്നവനായ, സർവചരാചരങ്ങളെ നിർമ്മിച്ചവനായ, സർവശക്തനായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നതും സേവിക്കുന്നതുമാ ഏറ്റവും വലിയ ഭാഗ്യം. അതിന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കും ദൈവം കൃപ നൽകട്ടെ. അതേ സമയത്ത് ഞാൻ ഭയപ്പെടുന്നു. 9 മണിക്ക് മുൻപ് തന്നെ പ്രസംഗം നിർത്തും. കർത്താവിന് മഹത്വം. ദൂരെ പോകേണ്ടവരുണ്ടല്ലോ. തന്നെയല്ല, ഇത് പ്രാരംഭ ദിവസമാണ്. അപ്പം അതിൻ്റെതായ പല ക്രമീകരണങ്ങളുണ്ട്. ഈ പ്രാരംഭ ദിവസമാണല്ലോ സ്റ്റാർട്ടിങ് പ്രോബ്ലമൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അത് പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് ദീർഘമാക്കുന്നില്ല. അപ്പോൾ യേശു ക്രിസ്തു ദൈവമാണ്, ജീവനുള്ള ദൈവം. ക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്ന പഠിപ്പിക്കുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. ഈ ഏരിയയിലുണ്ടോ എന്നറിയത്തില്ല. അവരെ സാക്ഷിക്കാരെന്നാ പറഞ്ഞത്. സാക്ഷി നിങ്ങൾ പൂരിപ്പിച്ചാൽ മതി. ഏതേലും ഒരു സാക്ഷി ഇവിടെ വന്നിട്ടുണ്ട്. സാക്ഷിക്കുള്ളതാ മുമ്പേ വായിച്ച വാക്യം. അത് ഉറങ്ങിയിരിക്കാതെ അത് കുറിച്ചോണ്ട് പൊക്കോണം. സാക്ഷിക്ക് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. തോമാസ് പറഞ്ഞ പദം നമുക്കെല്ലാം മനഃപ്പാഠമാ. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. പൗലോസ് വീണ്ടും ക്രിസ്തുവിനെ പറ്റി ഒരു പദം പറയുന്നുണ്ട്. അതും വളരെ ചിന്തനീയമാണ്, നല്ല വാക്യമാണ്, സാക്ഷിക്ക് വളരെ പ്രയോജനം വരുന്ന വാക്യമാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. എബ്രായ ലേഖനം 1:7. സാക്ഷി അത് കുറിച്ചെടുത്തോണം. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിശാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. അടുത്തത് അടുത്ത പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. പുത്രനെ സംബോധന ചെയ്ത് പറയുക. പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാ. അവൻ ദൈവമാ. അവൻ ജീവനുള്ള ദൈവമാ, സത്യദൈവമാ, ഏകദൈവമാ, ജീവിക്കുന്ന ദൈവമാ. യേശുക്രിസ്തു മാത്രം ദൈവം. പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനായി, പഞ്ചഭൂത നിർമ്മാതാവായി വഞ്ചനയില്ലാത്തവനാ, കിഞ്ചിനേരം കൊണ്ടഖില സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ, കിഞ്ചിനേരം കൊണ്ടഖില സഞ്ചയങ്ങൾ സൃഷ്ടി ചെയ്തോൻ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ. ഏകസത്യ ദൈവമൊന്ന്, ഏകരക്ഷിതാവുമൊന്ന്, ഏകസത്യ ദൈവമൊന്ന്, ഏകരക്ഷിതാവുമൊന്ന്, ഏകസത്യവേദമൊന്ന്, ഏകരക്ഷാമാർഗമൊന്ന്, ഏകസത്യദൈവമൊന്ന്, ഏകരക്ഷാമാർഗമൊന്ന്, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ളൂ ഭൂവാസികളെ,
ഏക സത്യ ദൈവമേ ഉള്ളൂ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. അപ്പൊ യേശു ക്രിസ്തു ഏക ദൈവം. ഈ മോനെ ഈ പരുവത്തിന് നന്നായി വരുന്നുണ്ട്. യേശു ക്രിസ്തു ഏക ദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, സത്യദൈവം. അപ്പൊ ക്രിസ്തുവേശുവിന്റെ ദൈവത്വമാണ് പൗലോസ് ഈ കൊലോസ്യ ലേഖനത്തെ തെളിയിക്കുന്നത്. ആട്ടെ, നമ്മൾ എടുത്ത വാക്യത്തോട് കൂറു പുലർത്തണമല്ലോ. എൻ്റെ ചിന്താവിഷയം ഈ 1-3 മുതൽ 8 വരെയുള്ള വാക്യശകലങ്ങളിൽ സുവിശേഷത്തിന്റെ 6 വിശേഷതകൾ അല്ലെങ്കിൽ 6 സവിശേഷതകൾ. സുവിശേഷം എന്ന് പറഞ്ഞാൽ കർത്താവാകുന്ന യേശു ക്രിസ്തു. ഈ നല്ല വാർത്ത അതാ. മോശമായ വാർത്തകളെല്ലാം കേട്ട് നമ്മുടെ എല്ലാം കർണം തഴമ്പിച്ചിരിക്കുക. പിന്നെ അത് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങ് ചെവി പൊത്തുക. ഓ മതി അല്ലേ? പേപ്പറെടുത്ത മുഴുവൻ കൂടുതൽ മോശമായ വാർത്തയാണ്. ഒരു പേജ് മുഴുവൻ പീഡനത്തിന്റെ പരമ്പരയാണ്. അത് തുടർക്കഥ പോലെ, നല്ല വാർത്തയല്ല. ആ ചരമക്കോളത്തിന്റെ വലതുവശത്തെ പേജിലാണെങ്കിൽ എല്ലാം ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. എല്ലാം ചെറുപ്പക്കാര്, പിള്ളേര് ആക്സിഡന്റ് മരിക്കുന്നത് അല്ലേ? ഹൃദയം തകർക്കുന്ന വാർത്തയാണ്. 18 വയസ്സും 20 വയസ്സും 22 വയസ്സും എഞ്ചിനീയറിംഗ് പഠിക്കുന്നതും MBBS പഠിക്കുന്നതും ഒക്കെ ആയ യൗവനക്കാര് പിള്ളേര്, ചെറുപ്പക്കാര് പിള്ളേര് പെട്ടുമരണം. ഹൃദയം തകർക്കുന്ന വാർത്തയാണ്. പിന്നെ പിള്ളേരോടും കുറച്ച് കാര്യമൊക്കെ മാതാപിതാക്കളും പിള്ളേരുടെ ചിത്താന്തത്തിൽ തുള്ളരുത്. പറഞ്ഞ ഉടനെ ബുള്ളറ്റ് മേടിച്ച് കൊടുക്കരുത്. കടം മേടിച്ചാന്നേലും ലോൺ എടുത്താന്നേലും ഉടനെ ബുള്ളറ്റ്, കാളക്കൊമ്പ് പോലെ 2 കൊമ്പും ഒരു കീറി പറഞ്ഞ പാൻറ്റും. പണ്ട് പാൻറ്റ് കീറിയാൽ നമ്മൾ തയ്ച്ചേച്ചി അത് വിട്ടിട്ടുണ്ട് വെളിയിലോട്ട് ഇറങ്ങി. ഇപ്പം അത് പറിച്ച് കീറിയാച്ചാ ഇവൻ ഇറങ്ങുന്നത്. മോഡേൺ എന്നുവെച്ചാൽ വലിയൊരു മൊബൈലും. ആ പോക്ക് കണ്ടിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? ചെന്ന് 18 വീലുള്ള ലോറിയുടെ അടിയിലോട്ട് വരാതിരിക്കട്ടെ. പക്ഷെ ആ പിടിമരണ വാർത്ത കേൾക്കുമ്പോൾ ഹൃദയം തകരുക. ഒരു കുഞ്ഞിനെ വളർത്തി പ്രാപ്തിയാക്കി കൊണ്ടുവരുന്നത് എന്ത് കഷ്ടപ്പെട്ട. അതിങ്ങനെ പൊലിഞ്ഞു പോകുമ്പം ഹൃദയം തകർക്കുന്ന വാർത്തയാണ്. മക്കളില്ലാതിരുന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ അതൊരു പെൺകുട്ടി. തലയെ വെച്ച പേനിരിക്കും, താഴെ വെച്ച ഇറുമ്പരിക്കുമെന്ന് ഓർത്ത് വളർത്തിയതാ. ഞാൻ പറയുന്നത്, പൊതുവിൽ പറയുന്നത് എത്ര ഭൂഷണമാണെന്നറിയത്തില്ല. നിങ്ങൾ എന്നെ പരിഹസിക്കും. എന്നിരുന്നാലും 20 വയസ്സായപ്പോൾ ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോയി. കേൾക്കുന്നവർക്ക് രസകരമായി തോന്നും. പക്ഷേ അപ്പനും അമ്മയ്ക്ക് എന്ത് ഹൃദയം തകരുക. നല്ല വാർത്തയല്ല. 10 മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ച അമ്മ, ജനിപ്പിച്ച അപ്പൻ, കഷ്ടപ്പെട്ട് വളർത്തിയ അപ്പൻ, പിള്ളേർക്ക് ഇപ്പൊ കാശും പൊസിഷനും ഒക്കെ ആയപ്പോൾ അപ്പനെ അമ്മയും ഒരു ചതുർത്ഥിയായിട്ട് തോന്നി അവരെ ഇപ്പം വൃദ്ധസദനത്തിൽ ഇട്ടിരിക്കുക. അപ്പനെ അമ്മയെ അന്വേഷിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നീക്കുക. ആ വൃദ്ധസദനത്തിലും ആശ്വാസഭവനൊക്കെ കടന്ന് ആ അമ്മയ്ക്കും അപ്പനും എന്ത് മനോവേദന കാണും. ഹൃദയമുള്ളവർക്ക് ഇത് തകരുന്ന വാർത്തയാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്നവരും അപ്പനെ അമ്മയും നോക്കാത്തവരൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് കാണും. ചിലപ്പോൾ കൺവെൻഷന്റെ മുൻനിര നിന്നെന്നും വരാം, മുഴുത്ത ബാഡ്ജുമൊക്കെ കുത്തി. നിങ്ങൾ പിന്നെ മാതാപിതാക്കളെ അന്വേഷിക്കുന്നവരാകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏതേലും ഒരുത്തം വന്നിട്ടുണ്ട്, നീ മാനസാന്തരപ്പെട്ടോണം. അപ്പനെ അമ്മയെ നോക്കിക്കോണം. അപ്പനെ അമ്മയെ നോക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കുന്ന കാര്യമല്ല. മോശമായ വാർത്തകളെല്ലാം കേട്ട് നമ്മുടെ കർണം വല്ലാതിരിക്കുക. എന്നാൽ നമ്മുടെ കാതിന് കുളിർമ തരുന്ന ഒരേ ഒരു വാർത്തയുള്ളൂ, സുവിശേഷം. മാനവജനതയുടെ കാതിന് കുളിർമ തരുന്ന ഒരേ ഒരു വാർത്ത, നല്ല വാർത്ത. അത് മറ്റൊന്നുമല്ല, അവൻ നിങ്ങൾക്കായിട്ട് ഒരു ശിശു ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു. അത് സുവിശേഷമാണ്. സുവിശേഷം വന്നതല്ലയോ സകലത്തിന് മാറ്റം വന്നത്. സുവിശേഷം എത്തിയത് കൊണ്ടല്ലയോ സകലത്തിനും ആമൻ അത് വ്യത്യാസം വന്നത്. മനുഷ്യനെ അറയ്ക്കുന്ന സംസ്കാരം എന്ന് പറയാൻ ഒക്കത്തില്ല. അറപ്പുളവാക്കുന്ന ചില
ആ സംസ്കാരം എന്ന് ഞാനങ്ങ് പറയുക, നീ ഒരു ഉടക്കുണ്ടാക്കണ്ട. വൃത്തികെട്ട അറപ്പുളവാക്കുന്ന ചില സംസ്കാരം മാറിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. അതെന്തൊക്കെയാണെന്ന് അടുക്കടുക്കായിട്ട് പറഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്, പക്ഷെ അതിന് ഞാൻ ഇന്ന് മുതിരുന്നില്ല. മനുഷ്യനെ അറപ്പുളവാക്കുന്നതാണ്. അതിനെല്ലാം മാറ്റം വന്നത് ഈ സുവിശേഷം എത്തിയത് കൊണ്ട്. അതുകൊണ്ട് എവിടെയും പറയാൻ കൊള്ളാമെന്ന ഒന്നേ ഉള്ളൂ, അത് അവന് സുവിശേഷമാണ്. അതെ, ഈ കന്യകയ്ക്കകത്ത് സുവിശേഷത്തിന്റെ 6 വിശേഷത, 6 സവിശേഷതകൾ. അതിലൊന്ന്, ഈ സുവിശേഷത്തെ പറ്റി പഠിക്കുമ്പോൾ ഇത് സത്യവചനമാ സുവിശേഷം. ആ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1:3. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ. മതി. സുവിശേഷത്തിന്റെ സത്യവചനം. എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന്റെ 6 വിശേഷതകളിൽ ഒന്ന്, ഈ സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇത് സത്യവചനമാണ്. മറ്റു പല കാര്യങ്ങളും പൊളിയാ, കള്ളത്തരമാ, പോസ്ക, കെട്ടുകഥയാ, അമ്മമ്മ കഥയാ, ഉമ്മാക്കി കഥയാ, കെടുവക്കഥയാ. പണ്ട് 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 ചുമ്മാതാ. പണ്ട് നീട്ടി പറഞ്ഞാൽ വല്ലതും സത്യമാകുമോ? പണ്ട് അമ്മമ്മ കഥയും കെടുവക്കഥയും പിന്നെ പൈങ്കിളിക്കഥയും ഇതൊക്കെയാ ഇന്നത്തെ പലതും. എന്നാൽ സുവിശേഷം കെട്ടുകഥയും അമ്മമ്മ കഥയും കെടുവക്കഥയും ഉമ്മാക്കി കഥയല്ല. സുവിശേഷം സത്യവചനമാണ്. ഇത് മാത്രമാ സത്യവചനം. എന്താ ഈ സുവിശേഷം സത്യവചനമാകാൻ കാരണം? ആ 3-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ മോളെ. 3. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ. ഇത് തന്നെ എഫേസ്യ ലേഖനം 1:13 സത്യവചനം എന്ന് തന്നെ കൊടുത്തേക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഇതിനോട് ചേർത്തൊന്ന് വായിച്ചേര്. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം. സുവിശേഷം എന്ന സത്യവചനം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഇത് സത്യവചനമാണ്. ഈ സുവിശേഷം സത്യവചനമാകാൻ കാരണം എന്താ? എന്റെ കാരണം പറയാം. ഈ സുവിശേഷം സത്യദൈവത്തിൽ നിന്നാ പുറപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത് സത്യവചനം, സത്യദൈവം. കാരണം ആദ്യം സുവിശേഷം അങ്ങോട്ട് പറയുന്നത് ആ ദൂതന്മാരല്ലേ, അവരില്ലയോ പറഞ്ഞ ഞങ്ങൾ സുവിശേഷിക്കുന്നു. അങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചേര്. ലൂക്കോസ് 2:10. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുക. ആ 8-ാം അധ്യായത്തിൽ താഴോട്ടുള്ള വാക്യം പഠിക്കുമ്പോൾ സുവിശേഷത്താൽ മാനവജനതയ്ക്കുണ്ടായ ധാരാളം നേട്ടങ്ങൾ ഇവിടെ ഉണ്ട്. ഒന്ന്, മനുഷ്യവർഗത്തിന്റെ ഇരുട്ട് മാറി. ആ 8 മുതലുള്ള വാക്യം ഒന്ന് വായിച്ച മോളെ. എൻ്റെ വിഷയമല്ലെങ്കിലും ചിന്ത വരുന്നത് കൊണ്ട് 8 മുതലുള്ള വാക്യം വായിച്ച. ലൂക്കോസിന്റെ സുവിശേഷം 2:8 മുതൽ ആ കണ്ണിക തുടങ്ങുന്നത് മുതൽ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത്. ഇത് രാത്രിയിലെ സംഭവമാണ്. രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തുകൊണ്ടിരുന്നത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റും. ശ്രദ്ധിക്കുക, കർത്താവിന്റെ തേജസ്സരെ ചുറ്റും. ഓടിച്ചു വായിച്ചോ. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ ആ കന്യക നന്നായിട്ട് പഠിക്കുമ്പോൾ സുവിശേഷത്തിന്റെ ചില പ്രത്യേകതകൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഇരുട്ട് മാറ്റിയതാ സുവിശേഷം. കാരണം ഈ സംഭവം രാത്രിയിലാണ് നടക്കുന്നത്. രാത്രി ഒരു തേജസ് അവരെ ചുറ്റി മിന്നി എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റാൻ കഴിവുള്ള ഒന്നേ ഉള്ളൂ സുവിശേഷം. നിന്റെ ഹൃദയത്തിനകത്ത് ഇരുട്ട് മാറ്റാൻ പര്യാപ്തമായത് ഒന്നേ ഉള്ളൂ, അത് നിർമ്മല സുവിശേഷമാണ്. നിന്റെ കുടുംബത്തിനകത്തെ അന്ധകാരം മാറണമെങ്കിൽ ക്രിയകളോ കർമ്മമോ തീർത്ഥയാത്രയോ തീർത്ഥാടനമോ ഒന്നും കൊണ്ട് പരിഹാരം വരത്തില്ല. പരിഹാരം ഒന്നുകൊണ്ടേ ഉള്ളൂ. സാക്ഷാൽ വെളിച്ചമാകുന്ന ക്രിസ്തു നിന്റെ കുടുംബത്തിൽ പ്രകാശിക്കട്ടെ. നിന്റെ കുടുംബത്തിന്റെ ഇരുള് മാറും.
ദേശത്തിന്റെ അന്ധകാരം മാറണമെങ്കിൽ ദിവ്യ വെളിച്ചമാകുന്ന ക്രൂശിനെ ഉയർത്ത്, യേശുവിനെ ഉയർത്ത്. ദേശത്ത് വെട്ടവും വെളിച്ചവും ഉണ്ടാകും. അപ്പോൾ സുവിശേഷം ജീവിതത്തിന്റെ ഇരുട്ട് മാറ്റുന്നതാണ്. എൻ്റെ സബ്ജക്റ്റ് ആ ഭാഗമല്ല, അതുകൊണ്ട് അത് വിസ്തരിക്കുന്നില്ല. അവിടെ ധാരാളം കാര്യം എടുത്തിട്ടുണ്ട്. സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരും. സന്തോഷം. മനുഷ്യർക്ക് പലർക്കും സന്തോഷമൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ. പിന്നെ ചുമ്മാ ഇങ്ങനെ കാണിക്കുന്നത് അത് ചിറിക്ക് അസ്ഥയില്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ട് പാസ്റ്റർ വെച്ചാൽ ദൈവത്തിനറിയാം താല്പര്യമില്ലേലും ഇങ്ങനെ കാണിക്കുമെന്ന്. അതിനാ അസ്ഥി വെക്കാതെ ഇങ്ങോട്ട് വിട്ടത്. മേളിലും താഴെയും ഓരോ നെടുക അസ്ഥിയായിരുന്നേ നമ്മൾ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചിരിക്കാൻ. അപ്പം ഇത് മാംസമായതുകൊണ്ട് ഏത് മോഡൽ വേണേലും ഓരോരുത്തർക്കും സന്തോഷമില്ല. വെറുതെ ഇങ്ങനെ അങ്ങ് ചിരിക്കുകയൊക്കെ ചെയ്യാം. അതുകൊണ്ട് ഇപ്പോഴത്തെ ചില ഉപദേശിമാരെ പറഞ്ഞില്ലേ, അടുത്തിരിക്കുന്നവരൊന്ന് ചിരിച്ചേ, അവന് സൂക്കേട് വേറെയാ. നിങ്ങൾ ചില ശ്രദ്ധിച്ച അടുത്തിരിക്കുന്നതൊക്കെ ഒന്ന് ചിരിച്ചേ. ഇപ്പൊ പിന്നെ അതൊരു ശുശ്രൂഷയാക്കി ചിലരെടുത്തിട്ടുണ്ട്. എന്ത് കിട്ടിയാലും ശുശ്രൂഷയില്ലയോ. നമ്മുടെ ആൾക്കാർക്ക് വലിയ തിട്ടമില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ഒരു പുതിയ കാര്യം വന്നാൽ ഉടനെ അതൊരു ശുശ്രൂഷയാണ്. പറയുന്നത് മോശമാണെന്നില്ല, സന്ദർഭം വന്നതുകൊണ്ട് പറയാം. നമ്മുടെ ഒരു പഴയ സഭയിലെ വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ പ്രാർത്ഥന നടക്കുക, ഉപവാസ പ്രാർത്ഥന. കമന്ന് കിടന്നാ പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും കമന്ന് കിടന്നു. എന്നൊക്കെ അങ്ങനെ മുട്ടയെ കുത്തി കമന്നങ്ങ് കിടക്കും എല്ലാവരും. ഉപദേശി അവിടെ നിന്നോട്ടും കമന്ന് കിടക്കും. അപ്പോൾ ഒരിക്കൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരി, ഇച്ചിരി കൃപയൊക്കെ ഉള്ളൊരു സഹോദരിയാണ്. അവർ കണ്ണടച്ച് പ്രാർത്ഥിച്ച് കമന്ന് കിടന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും കമന്ന് കിടക്കുക. അപ്പോൾ ഒരു കുശൃതി പയ്യൻ, കൊച്ചനാ, മുട്ടയിൽ എഴഞ്ഞ് നടക്കുക. യവന് അവൻ്റെ അമ്മയുടെ മടിയിൽ നിന്ന് ഇഴഞ്ഞ് ഈ കമന്ന് കിടന്ന പ്രാർത്ഥിക്കുന്ന സഹോദരിയുടെ ഈ ഭാഗത്തായിട്ടൊരു കടി കൊടുത്തു. പല്ല് കിളിച്ചു വരുന്ന കാലമാണ്. അവന് ഒരു നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ പല്ല് കുരുകുരുത്തു. ഇവൻ സഹോദരി അറിയുന്നില്ല, ആരും അറിയുന്നില്ല, എല്ലാവരും കമണ്ണ് കിടക്കുക. യവൻ എഴഞ്ഞ് ചെന്ന് ഒരു കടിച്ചിങ്ങനെ മുറുക്കി. അപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇവർക്ക് ഓർക്കാപ്പുറത്ത് കടി കിട്ടിയപ്പോൾ ഇവർ പ്രാർത്ഥനയുടെ നലറി. അപ്പം പ്രാർത്ഥിച്ചവരെല്ലാം കൈയടിച്ച് ആത്മാവിലായി. അപ്പം പ്രാർത്ഥനക്കാരോർത്ത് ആ സഹോദരി എന്തോ വെളിപ്പാട് വല്ലതും കണ്ടിട്ട് ശാസിക്കാനായിരിക്കും. എന്ത് കിട്ടിയാലും ഉടനെ ഒരു പുതിയ ശുശ്രൂഷയാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം, മനുഷ്യർക്കാർക്ക് സന്തോഷമില്ല. സന്തോഷത്തിന് മനുഷ്യൻ പരക്കം പായുക. എന്നാൽ സന്തോഷം തരാൻ കഴിവുള്ള ഒന്നേ ഉള്ളൂ, സുവിശേഷത്തിന് മാത്രം. ആ സന്തോഷം എങ്ങനെയാണെന്ന് വർണ്ണിപ്പാനും വിവരിപ്പാനും എന്ന് എന്നെ കൊണ്ടൊക്കത്തില്ല. വേണേ നമുക്ക് അറിവുള്ളൊരു വാക്യം ഒന്നിച്ചങ്ങ് പറയാം. സങ്കീർത്തനക്കാരൻ പറഞ്ഞ വാക്യമാ, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നീ എനിക്ക് നൽകി. നിന്റെ ഹൃദയത്തിന്റെ നിരാശയും ഭാരവും വേദനയും പ്രയാസം മാറണമെങ്കിൽ അവൻ സുവിശേഷമാകുന്ന സന്തോഷം നിന്റെ ഹൃദയങ്ങളിലേക്ക് വരട്ടെ. മദ്യപാനം പരിഹാരമല്ല, പുകവലി പരിഹാരമല്ല, നാട് വിടുന്ന പരിഹാരമല്ല, ലഹരി പദാർത്ഥം പരിഹാരമല്ല, മറ്റു പാപകൃതികളൊന്നും പരിഹാരമല്ല. പരിഹാരം യേശുക്രിസ്തുവിൽ കൂടി മാത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സുവിശേഷം ജീവിതത്തിന്റെ നിരാശ മാറ്റി സന്തോഷം തരും, ഭയം മാറ്റും. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, സുവിശേഷം സത്യവചനമാണ്. ഇത് സത്യവചനമാകാനുള്ളതിന്റെ ഒന്നാമത്തെ കാരണം, ഇത് സത്യദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതാ ഈ സുവിശേഷം. ദൂതനോട് ദൈവം പറഞ്ഞ ആ ദൂതനാ വന്ന് പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സത്യവചനമാകുന്ന സുവിശേഷത്തിൽ ആര് വിശ്വസിക്കും അവർക്ക് ഇന്ന് രാത്രി അനുഗ്രഹമാണ്, അവർക്ക് ഇന്ന് രാത്രി നന്മയാണ്, അവർക്ക് ഇന്ന് രാത്രി ആശീർവാദമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഒന്ന്, സുവിശേഷം സത്യവചനം. ഈ സുവിശേഷം സത്യവചനമാകാൻ രണ്ടാമത്തെ ഒരു കാരണം, ചരിത്രത്തിന്റെ നടുവിൽ ഇന്നും വിരാജിക്കുന്നവനാ നസറയനാകുന്ന യേശുക്രിസ്തു. അവൻ ചരിത്ര പുരുഷനാണ്. വിവരമുള്ള, അറിവുള്ള,
ആരും അതിനെ കയറി കണ്ണിക്കത്തില്ല. ക്രിസ്തു ജനിച്ചിട്ടില്ലെന്നും വന്നിട്ടില്ലെന്നും ഈ ഭൂമിയിൽ ജനിച്ചയാളല്ലെന്ന് വിവരമുള്ള ഒരു കുഞ്ഞുങ്ങൾ എതിർക്കത്തില്ല. വിവരമുള്ള എല്ലാവർക്കും അറിയാം യേശു ഈ ഭൂമിയിൽ വന്നെന്നും ജനിച്ചെന്നും. ചരിത്രത്തെ തന്നെ നമുക്കറിയാം രണ്ടായിട്ട് തിരിച്ചതും ക്രിസ്തുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ ഈ സുവിശേഷം സത്യവചനമാണ്. ഒന്ന്, ഇത് സത്യദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതായതുകൊണ്ട്. രണ്ട്, അവൻ ചരിത്രത്തെ രണ്ടായി പകുത്തുകൊണ്ട് ചരിത്രത്തിൽ ഇന്നും വിരാജിക്കുന്നവനാണ് നസറയനാകുന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് ഈ സുവിശേഷം സത്യവചനമാണ്. മാത്രമല്ല, സുവിശേഷം സത്യവചനമാകാനുള്ള മൂന്നാമത്തെ കാരണം, അനേക പോരാട്ടങ്ങളുടെ നടുവിൽ ഇന്നും ധൈര്യത്തോടെ മുന്നേറുന്ന ഒന്നേ ഉള്ളൂ സുവിശേഷം. എന്തെല്ലാം പോരാട്ടങ്ങൾ കണ്ടതാ സുവിശേഷം. ഭക്തന്മാരെ ആദിമ നൂറ്റാണ്ടിൽ തന്നെ എത്രയോ പേരെ വകവരുത്തി. എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശുദ്ധന്മാരെ. യോഹന്നാനെ നമുക്കറിയാം തിളച്ച എണ്ണയ്ക്കകത്തിട്ടു. യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. പത്രോസിനെ കൊല്ലാനായിട്ട് പിടിച്ച് ആമനെ ബന്ധിച്ചു. അപ്പോസ്തലന്മാരിൽ മിക്ക പേരും ദാരുണമായ അന്ത്യം അവർക്ക് സംഭവിച്ചത്. എന്നിട്ട് സുവിശേഷം ഇന്നും അതിന്റെ വെന്നിക്കൊടി പറപ്പിക്കുക. ഈ മാർഗത്തെ പറിച്ചു മാറ്റുവാൻ, തൂത്ത് മാറ്റുവാൻ, തുടച്ചു മാറ്റുവാൻ കച്ചകെട്ടി രംഗത്ത് വന്ന മിടുക്കന്മാരൊത്തിരി ഉണ്ടായിരുന്നു. പണ്ഡിത ശിരോമണികൾ ഉണ്ടായിരുന്നു. രാജാക്കന്മാരും രാഷ്ട്രപുങ്കവന്മാരൊക്കെ ധാരാളം രംഗത്ത് വന്നു. ഇതിന് വിരോധമായിട്ട് നിയമം വരെ കൊണ്ടുവന്നു. നിയമം വരെ കൊണ്ടുവന്നു. ഒരുത്തനാണ് ഉറക്കമില്ലാതിരുന്ന നിയമം ഒപ്പിച്ചത്. വചനം പഠിക്കുന്നവർക്കറിയാം. പുള്ളി കഴുകുമരം വരെ ഒരുക്കി. ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം, മൊർദെഖായി എന്ന് പറയുന്ന ഭക്തൻ ഹാമാനെ മൈൻഡ് ചെയ്യത്തില്ല. അവനെ ആഗാഗ്യനായതുകൊണ്ടാണ്. അമാല്യക്കന്റെ നേതാവ് ആഗാഗ്യൻ, യവൻ യഹൂദനാണ്. വചനം പഠിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകും. ഈ മൊർദെഖായി വാതുക്കെ കിടക്കുക, ഹാമാൻ അകത്തോട്ട് കയറുകയും പോകുമ്പോൾ ഇയാൾ മൈൻഡ് ചെയ്യത്തില്ല. പുള്ളിക്ക് അങ്ങ് വൈരാഗ്യവും സങ്കടവും അരിശവും എല്ലാം മൂത്ത്. അങ്ങനെ അന്ന് ചിന്തിച്ചു ഈ മാർഗക്കാരെ മുഴുവൻ തകർത്ത് കളയാൻ, ഹാമാനെ മൊർദെഖായിയെ കൊല്ലുവാൻ കഴുകുമരം വരെ ഒരുക്കി. പക്ഷെ അതൊന്നും ഫലിച്ചില്ല. എന്ന് പറഞ്ഞതുപോലെ ഈ മാർഗത്തെ തകർക്കാൻ, സുവിശേഷത്തെ നശിപ്പിക്കുവാൻ അനേക രംഗത്ത് വന്നിട്ടുണ്ട്. കച്ച കെട്ടി വന്ന്, എൻ്റെ ഭാഷ പറഞ്ഞ കച്ച അടിഞ്ഞതല്ലാതെ സുവിശേഷത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ എൻ്റെ ശൈലി പറയാം, പെന്തിക്കോസിനെ തുടച്ചു മാറ്റാൻ രംഗത്ത് വന്ന എത്രയോ മിടുക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ മിടുക്കന്മാര് പോയതല്ലാതെ പെന്തിക്കോസിനൊരു മാറ്റവും വന്നില്ല. സ്തോത്രം, സ്തോത്രം. കാരണം പുസ്തകം പഠിപ്പിക്കുന്നത് നീ അവരുടെ പക്ഷം ചേരുകല്ല, അവര് നിന്റെ പക്ഷം ചേരുവന്ന. നമുക്ക് തരുന്ന ധൈര്യം എന്നാന്നറിയാമോ? അവരോടുകൂടി ഉള്ളവനേക്കാൾ വലിയവൻ അവൻ നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ന് രാത്രി അവൻ ധൈര്യത്തോടെ നിന്നോണം. ഈ സുവിശേഷ സത്യവചനമാണ്. ഞങ്ങളുടെ കാവാലത്ത് സുവിശേഷത്താൽ ആദ്യം ചിലരൊക്കെ രക്ഷിക്കപ്പെട്ടു വന്നു. അതിൽ ഞങ്ങളുടെ കൈതത്തറയിലെ മാച്ചന ചായൻ കുടുംബവും ദൈവകൃപയെ വന്നു. കനാനായ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നതാണ്. മാച്ചൻ കുഞ്ഞും തങ്കമ്മാമയും തലമുറകളും. ചിലപ്പോൾ അവരും ഇത് കേൾക്കുന്നുണ്ട്. അതിലേക്ക് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി. ക്യാൻസർ വന്ന് അത്യാസന്ന നിലയിലായി. മെഡിക്കൽ കോളേജുകാർ ഉപേക്ഷിച്ചു. ഒരു ചെറിയ അനക്കം ഉള്ളു തൊണ്ടയ്ക്ക്, ഒരു ചെറിയ അനക്കം. അന്നൊരു ചെറിയ വീട് ചെറ്റക്കുടില്, എല്ലാം നഷ്ടപ്പെട്ടു. അല്പം വസ്തു ഉണ്ടെങ്കിലും ഗതിയില്ലാതായി. ചെറിയൊരനക്കം. ഞങ്ങളുടെ നാട്ടിലെ അമ്മയുണ്ടായിരുന്നു, സ്തോത്രാമ്മ എന്ന് പറയും. അമ്മ എപ്പോഴും സ്തോത്രം പറയുന്നതുകൊണ്ട് നാട്ടുകാരിട്ട പേരാ സ്തോത്രാമ്മ. സ്തോത്രം പറയുള്ളൂ. നല്ലൊരമ്മയാ. ഞൊണയും കൊതിയും പറഞ്ഞ് നടക്കുന്ന തള്ളയൊന്നുമല്ല. നല്ലൊരമ്മ. ഏത് വീട്ടിലും കയറി അമ്മ പ്രാർത്ഥിക്കും. അമ്മയ്ക്ക് അതിന് സ്വാതന്ത്ര്യം കൊണ്ട് ആരും ഒന്നും പറയത്തുമില്ല. സ്വഭാവം നല്ലതാ. നാനാജാതി മനസ്തരുടെ വീട്ടിൽ കയറി പ്രാർത്ഥിക്കും. അപ്പൊ ഒരിക്കൽ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അമ്മയ്ക്കൊരു പ്രേരണ, കൈതത്തറ വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം.
അമ്മ പോകാനായിട്ട് ഒരുങ്ങി കൈതത്ര വീടിന് അടുത്ത വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങോട്ട് പെന്തിക്കോസുകാരിയല്ലേ, കയറണ്ട, അപ്പുറം എന്ന് പ്രാർത്ഥിച്ചു പോകാൻ. അമ്മ മടുത്തില്ല. അമ്മ അവിടെ നിന്ന് തലയെ തുണിയിട്ട് കരമുയർത്തി സ്വോത്രം ചെയ്തു, ഉറക്കെ പ്രാർത്ഥിച്ചു, ദൈവമേ അവിടെ കിടക്കുന്ന മാച്ചക്കുഞ്ഞിനെ നീ സൗഖ്യമാക്കണമെന്ന്. പിറ്റേ ദിവസം പുള്ളിക്കൊരു വ്യത്യാസം ഉണ്ടായി. അന്നെന്നെ പറഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ. അമ്മ വീണ്ടും ചെന്നപ്പോൾ പറഞ്ഞത് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അമ്മ വീണ്ടും പ്രാർത്ഥിച്ചപ്പം പുള്ളിക്കൊരു ആശ്വാസം, വെള്ളമൊക്കെ കുടിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം വീണ്ടും വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വീണ്ടും ചെന്ന് പ്രാർത്ഥിച്ചപ്പം മാച്ചക്കുഞ്ഞ് എഴുന്നേറ്റിരുന്നു, ചാകാൻ കൊണ്ടുവന്നിട്ടതാ. വീണ്ടും അമ്മ എന്ന് പ്രാർത്ഥിച്ചു, പുള്ളി പൊടിയരിക്കഞ്ഞി കുടിച്ചു. പിന്നെ ചെന്ന് പ്രാർത്ഥിച്ചു, മാച്ചക്കുഞ്ഞ് നടന്നു. ഇത് ഓരോ ദിവസവും സംഭവിച്ചതാ. ഒടുവിൽ അത്ഭുതമായി. കർത്താവിന് മഹത്വം. എന്തിനേറെ അധികം വിവരിക്കുന്നില്ല. നിങ്ങൾ വേണേ പറയാം, അയാൾ കാവാലത്തെ ചരിത്രം പറഞ്ഞേച്ച് ഭാരതപ്പുഴയിൽ നിന്ന് പോയെന്ന് പറയും. എങ്കിലും ദൈവനാമം മഹത്വപ്പെടട്ടെ. അദ്ദേഹത്തിന് പൂർണ്ണ സൗഖ്യമായി. അപ്പൊ അമ്മ പറഞ്ഞു, എൻ്റെ ശുശ്രൂഷ തീർന്ന് ഞങ്ങളുടെ ഉപദേശമാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മുറ്റത്ത് അകത്തിരിക്കാൻ സൗകര്യമല്ലേ, മുറ്റത്ത് പന്തലിട്ട് യോഗം നടത്തി. ആ യോഗം നല്ല യോഗമാണ്. ആ യോഗം കഴിഞ്ഞപ്പോൾ അച്ചായനും കൊച്ചമ്മയും സ്നാനപ്പെടാൻ പോവുക. അപ്പം മൂത്ത മകളുണ്ട് സൂസമ്മ, ഇപ്പം തിരുവനന്തപുരമുണ്ട്. സൂസമ്മയ്ക്ക് അന്ന് കമ്മലുമൊക്കെ ഉണ്ട്. അപ്പം പാലമുട്ടിൽ പാസ്റ്റർ PJ ഇട്ടി അവറുകളാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഈ സൂസമ്മ ചെറുപ്പമാണ്, കണ്ണ് തുറന്നിരിക്കുമ്പോൾ ഈ ഉപദേശി പച്ചവെളിച്ചെണ്ണ എടുത്ത് ഇങ്ങനെ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സൂസമ്മ എല്ലാവരും കണ്ണടച്ചിരിക്കുക. സൂസമ്മ കണ്ണ് തുറന്നപ്പം എണ്ണയുടെ കളറ് മാറുന്നു. കളറ് മാറുന്ന കണ്ടപ്പം ആരും പറഞ്ഞതല്ല, ഇരുന്ന ഇരിപ്പ് കമ്മലൂരി, അല്ലാതെ ഊരടി എന്നൊന്നും പറഞ്ഞില്ല. ഇവിടെ അകത്ത് പ്രമേണം വരുമ്പോ തന്നെ ഊരുവന്ന്. ഇപ്പൊ പിന്നെ മിടുക്കന്മാർ ഉപദേശന്മാരതെല്ലാം ഊരി സ്വോത്രകാഴ്ച പാത്രത്തിട്ട് അവരങ്ങ് കൊണ്ടുപോവുക. മിടുക്കന്മാരൊത്തിരി ഉണ്ട്. പാവത്തങ്ങളെല്ലാം ഒരു താണ്ട കിടക്കുന്നെന്ന് പറഞ്ഞു. ഈ ദൈവപ്രവർത്തി കണ്ട് സൂസമ്മ കമ്മൽ ഊരോട്ടെറിഞ്ഞു. കമ്മൽ ഊരി കളയുകയും ആ ഇരിപ്പിലിരുന്ന് അഭിഷേകം പ്രാപിച്ചു. ഇത് സത്യവചനമാണ് ഞാൻ തെളിയിക്കുക. ഒരു സംഭവ ദൃഷ്ടാന്തമാണ്. അഭിഷേകം പ്രാപിച്ചു. മാച്ചക്കുഞ്ഞാനെ തങ്കമ്മാമയെ സ്നാനപ്പെടുത്താൻ പറഞ്ഞതാ. പക്ഷേ അന്നേരം 8 പേരന്ന് സ്നാനപ്പെട്ടു. അങ്ങനെ പെന്തിക്കോസിന് ശക്തിയായി. ഒരു കാര്യം കൂടെ പറയാം. പോരാട്ടങ്ങളുടെ നടുവിൽ നിൽക്കുന്നത് ആ സുവിശേഷം എന്ന് പറയാനാ ഒരു ചെറിയ ദൃഷ്ടാന്തം ഞങ്ങളുടെ നാട്ടിൽ നടന്നതാ. നിങ്ങൾ ഇപ്പൊ മൈക്ക് എൻ്റെ കയ്യിലായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ തന്നാൽ നിങ്ങൾ ഇഷ്ടം പോലെ പറയും. ഇന്നിപ്പോ തരത്തില്ല. അപ്പൊ ശ്രദ്ധിക്കുക. ഈ മാച്ചനച്ചായി മരിച്ചു. കർത്താവിന് എതിര് പ്രാപിച്ചു. അടക്കാൻ സമ്മതിച്ചു. പ്രശ്നമായി. കുടുംബക്കാരും ചാർച്ചക്കാരെല്ലാം ഇളകി. നടത്തുകയെന്ന് പറഞ്ഞു. തിരിച്ച് ഡെഡ് ബോഡി പള്ളിയിൽ കൊണ്ടുവരണം. പെന്തിക്കോസുകാരെ കൊണ്ട് സമ്മതിക്കത്തുമില്ല അടക്കാൻ. പക്ഷേ സൂസമ്മയും തങ്കമ്മാമയൊക്കെ നല്ല കോവൂരെ കുഞ്ഞോളച്ചമ്മ പറയുമ്പോൾ തടിപ്പുറത്തെ വെടി പോലാ നിന്ന്. അവർ പറഞ്ഞ് പള്ളിയിലോട്ട് വരുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു. പെന്തിക്കോസുകാരെ കയറ്റി അടക്കുന്നില്ലെങ്കിൽ അടക്കണ്ട, ഡെഡ് ബോഡി ആയിട്ട് ഞങ്ങൾ പള്ളിയിലോട്ട് വരുന്നില്ല. അപ്പൊ ചോദിച്ചു, പിന്നെ എന്നാ ചെയ്യും? ഈ മുറ്റത്തോട്ട് കുടിയെടുത്ത് അപ്പച്ചനെ ഇവിടെ അടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അടക്കിയത്. അച്ചായനെ വീടിനോട് ചേർത്ത് കുഴിയെടുത്ത് അടക്കിയത്. എത്ര പോരാട്ടങ്ങളുടെ നടുവിൽ അവൻ ധീരതയോടെ നിൽക്കുന്നതാ സുവിശേഷം. ഞാൻ എൻ്റെ അറിവിൽപ്പെട്ടൊരു ചെറിയ ദൃഷ്ടാന്തം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് 100 കണക്കിന് സംഭവങ്ങൾ പറയാനുണ്ട്. സ്തോത്രം. തീരദേശത്ത് ഞാൻ കൃത്യ സ്ഥലം അങ്ങ് വൈപ്പിങ്കരയിൽ ഒരു അപ്പച്ചനുണ്ടായിരുന്നു, പാപ്പു അപ്പച്ചന്. അദ്ദേഹത്തിന്റെ ഭാര്യ നിങ്ങൾക്ക് അറിയായിരിക്കും ചിലരൊക്കെ. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു. തന്നെ പ്രശ്നമായി. തന്നെ ഡെഡ് ബോഡി എടുത്ത് തോളലിട്ട് കടപ്പുറത്ത് കൊണ്ടുപോയി തന്നെ മണ്ണ് മാന്തി അടക്കി. പോരാട്ടങ്ങളുടെ നടുവിൽ ജയത്തോടെ മുന്നേറുന്നത് ആ സുവിശേഷം. ഇത് സത്യവചനമാ. ഇന്ന് രാത്രി ചഞ്ചലിക്കരുത്, തളർന്നു പോകരുത്. അപ്പൊ ഇത് സത്യവചനമാ. ഈ സുവിശേഷത്തെ ഇന്ന് രാത്രി ആരേറ്റെടുക്കും അവർക്ക് ഇന്ന് രാത്രി അനുഗ്രഹമാ. നമ്മുടെ കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. നരഭോജികളെ
നരസ്നേഹികളാം ഉത്തമ സോദരരാകും. നരഭോജികളെ നരസ്നേഹികള ഉത്തമ സോദരരാക്കും. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. നമ്മുടെ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. അപ്പോൾ സുവിശേഷത്തിന്റെ 6 വിശേഷത. ഒന്ന്, ഈ സുവിശേഷം സത്യവചനമാണ്. ഇത് സത്യദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതായതുകൊണ്ട്. 2, സുവിശേഷത്തിന്റെ വിശേഷത, ഈ സുവിശേഷം സാർവത്രികമാണ്. ആ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങളുടെ അടുക്കലും എത്തി. അപ്പോൾ സുവിശേഷത്തിന്റെ 2-ാമത്തെ വിശേഷത, സുവിശേഷം സാർവത്രികമാണ്. എല്ലായിടത്തും അറിയിക്കേണ്ടത് ആ സുവിശേഷം. ഒറ്റപ്പാലത്ത് മാത്രമല്ല, പാലക്കാട് മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഭൂലോകത്ത് എല്ലായിടത്തും അറിയിക്കേണ്ടത് ആ സുവിശേഷം. അങ്ങനെയാണല്ലോ കർത്താവും പറഞ്ഞത്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമുക്കെല്ലാം മനഃപാഠമാ. എന്നാലും ഒന്ന് വായിച്ചു തരും മോളെ, അറിയാത്ത ആരേലും ഉണ്ടെങ്കിൽ. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പി. അതുകൊണ്ട് ഈ മണപ്പരപ്പിലും ഇതിന് ചുമതലപ്പെട്ടവർ ഇതിന് മുതിരുന്നത്. എല്ലായിടത്തും അറിയിക്കണം സുവിശേഷം. സുവിശേഷം സാർവത്രികമാണ്. പണ്ഡിതനും പാമരനും കുചേലനും കുബേരനും ആരോഗ്യമുള്ളവനും രോഗിയായവനും കുലീന കുടുംബത്തിൽപ്പെട്ടവനും കുലീനത ഇല്ലാത്ത കുടുംബത്തിൽപ്പെട്ടവനും വിദ്യാ നിപുണനും വിദ്യാ വിഹീനനും കറുത്തവനും വെളുത്തവനും കഴിവുള്ളവനും കഴിവില്ലാത്തവനും ബുദ്ധിയുള്ളവനും ബുദ്ധിയില്ലാത്തവനും മിടുക്കനും മിടുക്ക് കുറഞ്ഞവനും എല്ലാവർക്കും ആവശ്യമാ സുവിശേഷം. സുവിശേഷം സാർവത്രികമാ, എല്ലായിടത്തും അറിയിക്കണം. അതുകൊണ്ട് നമ്മള് സുവിശേഷം നമുക്കിഷ്ടമുള്ള ഏരിയയിൽ മാത്രം അറിയിച്ചാൽ പോരാ. സ്തോത്രം, എല്ലായിടത്തും അറിയിച്ചോണം. ചിലര് സുവിശേഷമൊക്കെ അറിയിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇന്ന ഏരിയ ഇപ്പോൾ അത് വേണ്ട, അത് പ്രശ്നമുള്ള ഏരിയ. പിന്നെ നമുക്ക് എവിടെ അറിയിക്കണം? നമുക്ക് കുമ്പനാട് സൈഡിലോട്ട് പോവാം, ഇല്ല മുളക്കട സൈഡിലോട്ട്. അവിടെ പ്രശ്നം, അവിടെ കൂടുതൽ പ്രശ്നം. എല്ലായിടത്തും സുവിശേഷം അറിയിക്കണം. കർത്താവ് അങ്ങനെ പറഞ്ഞ സകല സൃഷ്ടിയോടും. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇതേ പരാമർശം വരുന്നുണ്ടെന്ന് വായിച്ചു. ലൂക്കോസ് 24:18. ക്ലെയോപ്പാവ് എന്ന പേരുള്ളവൻ യെരൂശലേമിലെ പരദേശികളിൽ. 24-46-47 വാക്യം ഒന്ന് വായിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 24-46-47 വാക്യം. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം. കണ്ടോ, സുവിശേഷം സാർവത്രികമാണ്. യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളോടും അവൻ സുവിശേഷം അറിയിക്കണം. ഇന്ന് രാത്രി ആ സുവിശേഷം അറിയിപ്പാൻ ചിലർ ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്ത് തിരിച്ചു പോകാമോ? ഇനി സകല സ്ഥലത്തും പോകാനൊത്തില്ലെങ്കിലും അയലത്തുകാരോട് സുവിശേഷം പറ. ചിലര് ആത്മഭാരം കയറി ആന്ധ്രായ്ക്ക് ഓടുക. ആന്ധ്രായ്ക്ക് പോകരുതെന്ന് ഞാൻ പറയത്തില്ല, ദൈവം പറഞ്ഞാൽ പൊക്കോണം. തൊട്ട് സമീപത്ത് പാർക്കുന്നവരോട് മിണ്ടത്തുമില്ല. തൊട്ടപ്പുറേ ആൾക്കാർ താമസിക്കുക, അവരോട് മിണ്ടുകല മതിലും പൊക്കി കെട്ടി ഗേറ്റ് വിട്ടു.
ചെറിയവനോടും വലിയവനോടും പറയണം സുവിശേഷം. എങ്ങനെ പറയാൻ? ചിലര് മതിലയിലൊക്കെ വാക്യം എഴുതി വെക്കും. നല്ല വലിയ വീടാ, വീടിന് ഞാനെതിരല്ല. നല്ല വീട് വെച്ചോ, വലിയ വീട് വെച്ചോ, ഞാനെതിരല്ല. വലിയ മതില്, അതും കാശുണ്ടെങ്കിൽ വെച്ചു പണിതു. അവൾ ഓരോ കള്ളിക്കകത്ത് ഓരോ വാക്യം, കർത്താവാകുന്ന യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്പെടാക്കി. തൊട്ടപ്പറ അല്ലല്ല മാനസാന്തരപ്പെടാൻ നിങ്ങളെല്ലാം നശിച്ചു, അങ്ങനെ തന്നെ നശിച്ചു. ഉടനെ അപ്പറേ മറ്റൊരുത്തലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ നല്ല വാക്യം. അപ്പൊ ചുറ്റും വാക്യമാണ്. ഇന്നാളൊരു സ്ഥലത്ത് ചെന്നപ്പോൾ കിണറ്റങ്കര എഴുതി വെച്ചിരിക്കുന്നു, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം ദാഹിക്കും. കിണർ അതുപോലെ വാക്യം കിടക്കുകയല്ലേ. വലിയ വലിയ മിടുക്കന്മാരുടെ വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ശ്രദ്ധിച്ചോണം. എല്ലാരും അല്ല, ചിലര് വാഴക്കൽ എഴുതി വെച്ചിരിക്കുക, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിനു പുറത്ത് നിൽക്കുന്നു, അകത്തോട്ട് വരിക. നമ്മൾ അകത്തോട്ട് ചെന്നപ്പോൾ ഗേറ്റെ തൂക്കിയിട്ടിരിക്കുക, പട്ടിയുണ്ട് സൂക്ഷിക്കുക. എടാ കരുതേ, എന്നോട് ചുമതലപ്പെട്ടവർ പറഞ്ഞ സൂക്ഷിച്ച് പ്രസംഗിക്കണം എന്നാ. ചിലപ്പോൾ ഇതൊക്കെ വരും. എഴുതി വെച്ചിരിക്കുക, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ എന്തിനു പുറത്ത് നിൽക്കുന്നു, അകത്തോട്ട് വരാൻ. ഗേറ്റിന്റെ അവിടെ ചെന്നപ്പോഴോ പട്ടിയുണ്ട്, എങ്ങനെ അകത്ത് കയറും? ആത്മഭാരം കയറി ആന്ധ്രയ്ക്കും നോർത്ത് ഇന്ത്യക്കൊക്കെ പോകുന്നത് നല്ലതാ. ആത്മഭാരമുള്ളവർ പൊക്കോണം. ആദ്യം അടുത്തുള്ളവനോട് സുവിശേഷം പറ. തൊട്ടപ്പുറം താമസിക്കുന്നവനോട് സംസാരിക്ക്, അവനോട് സുവിശേഷം പറ. അങ്ങനെയല്ലയോ കർത്താവ് പഠിച്ച? ആദ്യം യെരൂശലേമിൽ, പിന്നെ യഹൂദയിൽ, പിന്നെ ശമരിയ, പിന്നെ ഇതാദ്യം ഭൂമിയുടെ അറ്റത്തോട്ടാണ് ഓടുന്നത്. അതെ, ഞാനധികം വിവരിക്കുന്നില്ല. സുവിശേഷം സാർവത്രികമാണ്. എല്ലാവരോടും അറിയിപ്പാൻ പറ്റിയതാ സുവിശേഷം. എല്ലായിടത്തും ആമൻ സുവിശേഷം അറിയിച്ചിരിക്കണം. എല്ലായിടത്തും അറിയിക്കാൻ പറ്റുന്നതും അറിയിക്കേണ്ടത് ഒന്ന് ആമൻ സുവിശേഷമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ചില തീരുമാനമെടുത്തേ തിരിച്ചു പോകാം. എല്ലാ വർഷവും ഭാരതപ്പുഴ കൺവെൻഷന് കൂടി എന്നൊരു സംതൃപ്തിയല്ല. ഈ വർഷം കൂടി, ഈ വരുന്ന വർഷം കർത്താവ് ആയുസ്സും ആരോഗ്യം തന്നാൽ ആമൻ സുവിശേഷം അറിയിപ്പാൻ എന്നെ പ്രാർത്ഥനാക്കണമേ, എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്ക്. ഇന്ന് രാത്രി ദൈവം കൃപ തരും. അപ്പൊ ഒന്ന്, സുവിശേഷം സത്യവചനമാണ്. രണ്ട്, സുവിശേഷം സാർവത്രികമാണ്. സർവ്വലോകത്തിലെ സുവിശേഷം അറിയിക്കണം. മൂന്ന്, ഈ സുവിശേഷം ദൈവകൃപയെ കുറിച്ച് പറയുന്നതാണ് സുവിശേഷം. ആ 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാണ്. സുവിശേഷം ദൈവകൃപയെ കുറിക്കുന്നതാണ്. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി, നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ, നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ, കേട്ടറിഞ്ഞ നാൾ മുതൽ. അപ്പോൾ ശ്രദ്ധിക്കുക, സുവിശേഷത്തിന്റെ 3-ാമത്തെ വിശേഷത ഇത് ദൈവകൃപയാണ്. സുവിശേഷം എന്താണ്? ഈ ദൈവത്തിന്റെ കൃപ. ദൈവത്തിന്റെ കൃപ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ കൃപ അത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ മിടുക്ക് കൊണ്ടല്ല കൃപ കിട്ടിയത്, നമ്മുടെ വിശുദ്ധി കൊണ്ട് തന്നതല്ല കൃപ, നമ്മുടെ പരമാർത്ഥ ജീവിതം കണ്ട് തന്നതുമല്ല ദൈവത്തിന്റെ കൃപ. സബ്ജക്റ്റ് വേറെയാണെങ്കിലും വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനൊരു വാക്യമുണ്ട്, രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. ഈ സുവിശേഷം ഇതൊരു കൃപയാണ്. ആ കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദാനമാണ്. ആ ദാനം മറ്റൊന്നുമല്ല, കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ മാനവജതയ്ക്ക് വേണ്ടി തന്നതാണ്. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചെന്ന അതാ ദൈവത്തിന്റെ ദാനം. തന്റെ അരുമ സൂനുവിനെ മാനവജാതി രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ, നീതീകരിക്കപ്പെടുവാൻ, അവൻ ഗുണപ്പെടാൻ, രക്ഷപ്പെടാൻ തന്റെ അരുമനാഥനെ, അരുമപുത്രനെ അവൻ സർവശക്തനായി ദൈവം മാനവജാതിക്ക് വേണ്ടി തന്നു. അതാ ദൈവത്തിന്റെ ദാനം. അതാണ് ദൈവകൃപ. അതാണ് ക്രിസ്തു രക്ഷകൻ, രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു വാചാർത്ഥം പറയാം.
മതങ്ങളെല്ലാം ഓരോന്ന് ചെയ്യ് കൃപ കിട്ടാൻ ചെയ്യുന്നാ പഠിപ്പിക്കുന്നത്. ഇന്നതുപോലൊക്കെ ഇന്നതുപോലൊക്കെ ഇന്ന കാര്യങ്ങൾ കൊണ്ടുവാ, ലിസ്റ്റൊക്കെ തരും. ഇന്ന സാധനങ്ങൾ കൊണ്ടുവാ, ഇന്ന കാര്യങ്ങൾ ഇന്നതെല്ലാം ചെയ്തോണ്ട് വാ എന്ന് പഠിപ്പിക്കുമ്പോൾ സുവിശേഷം അങ്ങനല്ല, ചെയ്യണമെന്നല്ല പറയുന്നത്. സുവിശേഷം പറഞ്ഞത് എല്ലാം ചെയ്ത് കഴിഞ്ഞെന്ന, എല്ലാം ചെയ്ത് തീർത്തതാ സുവിശേഷം. അതുകൊണ്ടാണല്ലോ ക്രൂശിൽ കിടന്നപ്പോൾ ആ പറഞ്ഞ തിരുവായ്മൊഴി നമുക്കറിയാം, എല്ലാം നിവൃത്തിയായി. നീ ഒന്നും ചെയ്യണ്ട രക്ഷപ്പെടാൻ, ഒരു കാര്യവും മനുഷ്യൻ ചെയ്യണ്ട. ഇന്ന് രാത്രി വിശ്വസിച്ചാൽ മതി. യേശുവേ അങ്ങനെ രക്ഷിതാവായി വരണം, യേശുവേ അങ്ങനെ രക്ഷിക്കണം, യേശുവേ അങ്ങനെ പാപം മോചിക്കണം, യേശുവേ ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. ആര് പ്രാർത്ഥിക്കും, ആര് കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും, അവരിന്ന് രാത്രി രക്ഷപ്പെടും. ആ സുവിശേഷം ഇന്ന് രാത്രി ഇവിടെ ഉയരട്ടെ. ആ സുവിശേഷം ഇന്ന് രാത്രി ഇവിടെ അവൻ ശക്തിയോടെ മഹിമപ്പെടട്ടെ. കർത്താവിന്റെ മഹത്വം. സുവിശേഷം അവൻ ദൈവകൃപയെ കാണിക്കുന്നതാണ്. ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഓടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് നിർത്താം. കർത്താവിന്റെ മഹത്വം. മാത്രമല്ല, സുവിശേഷത്തിന്റെ നാലാമത്തെ പ്രത്യേകത ഇത് ഫലം പുറപ്പെടുവിക്കുന്നതാണ് സുവിശേഷം. ആ 6-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. സുവിശേഷം ഫലം പുറപ്പെടുവിക്കുന്നതാ. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും മതി. അപ്പൊ സുവിശേഷത്തിന്റെ 4-ാമത്തെ വിശേഷത ഇത് ഫലം കായ്ക്കുന്നതാണ്. ഫലം കായ്ക്കണമെങ്കിൽ സുവിശേഷം അകത്ത് വരണം. സുവിശേഷം അകത്ത് കയറിയെങ്കിലേ ഫലം ഉണ്ടാകൂ. എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഹൃദയത്തിൽ അവൻ പ്രകാശിക്കണം. കൊലോസ്യ ലേഖനം പഠിക്കുമ്പോൾ ഇവര് ഒരു കാലത്ത് ഫലമുള്ളവരല്ലായിരുന്നു, വളരെ വല്ലാത്ത ജീവിതക്കാരായിരുന്നു. ഫലമൊന്നുമില്ല, ഒരു ഫലം ഉള്ളവരല്ല. അതിന് തെളിവ് ആ 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ മോളെ. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ, മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കൾ ഒരു ഫലവും ഇല്ലായിരുന്നു. ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരാ. സ്തോത്രം. ദുഷ്പ്രവൃത്തിക്കാരാണ്. നമ്മുടെ നേരത്തെ ജീവിതം ഒന്നും പൊതുവിൽ പറയാൻ കൊള്ളുകയല്ല. പൊതുവിലധികം പറയാതിരിക്കുന്നതാ നല്ലതും. ഇന്ന് ചിലരെയൊക്കെ ഭയങ്കര സാക്ഷ്യമാണെന്ന് പറഞ്ഞ് സ്റ്റേജിലോട്ട് കയറ്റും. എന്തുവാ സാക്ഷ്യം? അമ്മയെ കുത്തിക്കൊന്നു. മറ്റേ അടുത്ത പുള്ളിക്ക് എന്നാ സാക്ഷ്യം? അത് ചേട്ടനെ അടിച്ചു കൊന്നു കവളമടലിന്. അതാണോ സാക്ഷ്യം? മാനസാന്തരപ്പെട്ടെന്നാ പറയുന്നേ. നല്ലത്, മാനസാന്തരപ്പെടട്ടെ. അങ്ങനെ അമ്മയെ കുത്തിക്കൊന്നവൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ ഉടനെ അവനെ പുൾപ്പിറ്റിലോട്ട് കയറ്റുകയല്ല, അവനെ പുറകിലിരുത്തണം. കഴിഞ്ഞ ദിവസവും ഞാൻ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അവനെ പുറകിരുത്തണം. അവനെ പരോളിന് ഇറങ്ങിയ ഉടനെ അവൻ്റെ മൈക്ക് കൊടുക്കുകയല്ല. അമ്മയ്ക്ക് വെള്ളം കൊടുത്ത ഉപദേശിമാരെയും വിശ്വാസിയെല്ലാം തട്ടി പുറത്തോട്ട് കളഞ്ഞു. പുറത്തോട്ട് അവിടെ അങ്ങ് പോയിരിക്കും. അവനാ സാക്ഷ്യമുള്ളത്. ആരാ? അമ്മയെ കുത്തിക്കൊന്നവന്. തള്ളയ്ക്ക് വെള്ളം കൊടുത്തവന് ആർക്കും സാക്ഷ്യവുമില്ല. വെള്ളം കൊടുത്താൽ അതിനെ സാക്ഷ്യം പറയാന്. മറ്റവന് സാക്ഷ്യം, ഭയങ്കര സാക്ഷ്യം. നമ്മുടെ സാധുവായ സഹോദരിമാർ അത് കേൾക്കാം. അവൻ പറയാം, ഞാൻ അമ്മയെ ഒറ്റ കുത്തിന് കൊന്നു. കുത്തിയ കത്തിയുടെ നീളം ഒറ്റ കുത്തിന് കുത്തി കത്തിയിട്ട് കശക്കി കീറി ഗ്ലോറി. നമ്മുടെ സഹോദരിമാരൊക്കെ പാപത്തങ്ങളുണ്ട്. അതുങ്ങൾ അപ്പാ അമ്മയെ കുത്തിയാനോ? ജീസസ് ഉണ്ടായിരുത്. അവന് സാക്ഷ്യം. അപ്പൊ ഇവിടുത്തെ സാക്ഷ്യം, അമ്മയ്ക്ക് വെള്ളം കൊടുത്തതിന് പ്രാർത്ഥിക്കാൻ പോലും അവസരമില്ല. വെള്ളം കൊടുത്തവൻ എന്നെ പ്രാർത്ഥിക്കാനാ? അവന് ഭയങ്കര സാക്ഷ്യം. ഉടനെ ഇവൻ ഈ പ്രസംഗം കഴിഞ്ഞ ഉടനെ അടുത്ത പ്രോഗ്രാം ഉടനെ അവിടെ ഏറി കുറിച്ചു. ഈ സാക്ഷ്യം ബ്രദർ പാലക്കാട്ടും വന്ന് പറയണം. അപ്പൊ അവിടെയും പ്രോഗ്രാം.
പാലക്കാട്ട് കഴിയുമ്പോൾ കോയമ്പത്തൂരും 2 ദിവസം പറയണം. അവന് സ്റ്റേജ് പിന്നെ നേരെ സ്റ്റേജിലോട്ട് വെള്ളം കൊടുത്തവല്ല നാണ്ട വരിയമ്പലത്തൂടെ നടക്കുന്നു. പിള്ളേർക്ക് ഉടനെ ഇളക്കം വരും. പിള്ളേർക്ക് വിളക്കം. നമുക്ക് സാക്ഷ്യം ഉണ്ടാക്കണം. നമുക്ക് എങ്ങനെ സാക്ഷ്യം ഉണ്ടാകും? നമുക്ക് അപ്പനെ കുത്തിക്കൊള്ളണം. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അപ്പൻ്റെ പുറന്നെടുക്കുക ഒരു ഒറ്റ കുത്ത്. ഇതാന്നോ? അമ്മയെ കുത്തിക്കൊന്നവനോ അപ്പനെ കുത്തിക്കൊന്നവനോ വേണ്ടാതേനും കാണിച്ചവനോ മാനസാന്തരപ്പെട്ടത് നല്ലത്. മാനസാന്തരപ്പെടട്ടെ. അവൻ വരട്ടെ. അവൻ കൃപയിൽ വരട്ടെ. വന്ന ഉടനെ അവനെ സ്റ്റേജിൽ കെട്ടി മൈക്കല്ല കൊടുക്കാൻ, പുറകിരുത്തണം. പാട്ടെന്നാ, പ്രാർത്ഥന എന്നാ, സ്തോത്രം എന്നാ, ആരാധന എന്നാ, കയ്യടി എന്നാ, ഉപദേശം എന്നാ, പെന്തിക്കോസ് എന്നാ എന്നൊക്കെ ആദ്യം പഠിക്കട്ടെ. അവന് എക്കും ബുക്കും ഒന്നും അറിയാൻ മേല. പണ്ട് ഞങ്ങളെല്ലാം കൂടെ വാക്യം വിളിച്ച് പറഞ്ഞപ്പോൾ ഒരുത്തുമ്പോൾ അവനിപ്പോൾ പെട്ടെന്ന് ഇറങ്ങി വന്ന അവൻ പറഞ്ഞു ഞാനും വിളിച്ച് പറയാന്ന്. മൈക്ക് കൂടല്ലേ അന്ന്, മൈക്ക് അത്ര സുലഭമല്ലല്ലോ. അപ്പം എല്ലാവരും വാക്യം വിളിച്ച കർത്താവാണ് യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്ന രോഗികളെ സഭയ്ക്കുമാക്കുന്ന അവൻ പറഞ്ഞു ഞാനും പറയാം. അപ്പം ഞങ്ങളുടെ ഒരു തങ്കച്ചായൻ പറഞ്ഞു നീ ഇപ്പം പറഞ്ഞായില്ല അവിടെ ഇരിക്കും. വണ്ടി എല്ലാം കൂടെ നിർത്തി വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ഇവൻ്റെ മൈക്ക് കിട്ടി. എല്ലാവരും വെളിയിൽ ഇറങ്ങി. അന്നേരം ഇവൻ മൈക്ക് ചാടി എടുത്തു കർത്താവാകുന്ന യേശു ക്രിസ്തു വരുന്നു, എല്ലാവരും ഓടിക്കോളാൻ. കണ്ടോ അറിവില്ലാത്തവൻ്റെ കൊടുത്തപ്പം. അത് പരിജ്ഞാനം വേണ്ടേ? പണ്ട് കാശുള്ള ഒരു അച്ചായൻ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ കൺവെൻഷന് കാശ് കൊടുക്കുമായിരുന്നു. അപ്പം നടത്തിപ്പുകാർ പറഞ്ഞു അച്ചായൻ ഇഷ്ടം പോലെ കാശ് തന്ന അച്ചായന നമുക്ക് അച്ചായൻ എന്തോ പ്രോഗ്രാം കൊടുക്കണ്ടേ. അപ്പം അധ്യക്ഷൻ പറഞ്ഞു എല്ലാ പ്രോഗ്രാമും ഓർഡറായി പോയി, ഇനിയിപ്പോൾ എന്നാ കൊടുക്കാനാ? എന്തേലും കൊടുക്ക്. ആടാ എന്തേലും കൊടുക്ക്. എന്തോ കൊടുക്കാനാ? ഒന്നുമില്ല കൊടുക്കാൻ, എല്ലാം ചെയ്തു പോയി. അപ്പം നടത്തി സ്റ്റേജ് ഇരുന്നപ്പോൾ ഞാൻ ആശീർവാദം കൊടുക്കുക. അടുത്ത വർഷം കാശ് തരണ്ടല്ലേ? ഇയാൾക്ക് എന്നാന്ന് പോലും അറിയാൻ മേല. ഒടുവിൽ അധ്യക്ഷൻ വിളിച്ച് പറഞ്ഞപ്പം ചാക്കോച്ചൻ വന്ന ആശീർവാദം പറയും. കാശുള്ള അച്ചായന കനവുണ്ട്. അച്ചായനെ കയറ്റി മൈക്ക് കൊടുത്ത ആശീർവാദം. പുള്ളി പറഞ്ഞു ആശീർവാദം. ഉടനെ അടുത്തിരുന്ന പുള്ളി പറഞ്ഞു ചൊവ്വന് ആശീർവാദം പറഞ്ഞ പുള്ളി പറഞ്ഞു ചൊവ്വന് ആശീർവാദം. ഇത് എന്താന്ന് പോലും അറിയാൻ മേല. അതുകൊണ്ടൊക്കെ ആ പൗലോസ് പറഞ്ഞത് പുതിയ ശിഷ്യന് വരുത്. സ്തോത്രം. ഞാൻ ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക. അപ്പൊ നമ്മുടെ മുൻകാല ചരിത്രമൊന്നും അധികം പറയാതിരിക്കുന്നതാണ് നല്ലത്. ദൈവത്തിന് സ്തോത്രം. അത് അത്ര കേൾക്കാൻ നല്ലതല്ല. വല്ലതും പൂടാനുണ്ട് കാൽവരി ക്രൂശിലാ. എന്തെങ്കിലും 2 കാര്യം പറയാനുണ്ട് യേശുവിന്റെ ക്രൂശിലാ. വല്ലതും പൂടാനുണ്ട് തിരുവചനത്തിലാ. വല്ലതും പറയാനുണ്ട് നസറയനാകുന്ന യേശു ക്രിസ്തുവിലാ. അപ്പൊ ഇവരെ പറ്റി മുൻകാലത്ത് ഒരു നല്ല ജീവിതമല്ല. മുന്നിലത്തെ ജീവിതം അവളെ ഒന്നോട് വായിച്ചേ. 1-ാം അധ്യായത്തിന്റെ 21 നേരത്തെ എങ്ങനെയായിരുന്നെന്ന്. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ, മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുൻപിൽ, നിങ്ങൾ മനസ്സുകൊണ്ട് അകന്നവര് ശത്രുക്കളുമായിരുന്നവര്. എന്നാൽ ഇപ്പോഴോ? ഇപ്പൊ എങ്ങനെയാന്ന് അതിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ച. ഇപ്പോഴെങ്ങനാ? നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും. ഇപ്പോൾ നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീർത്തു. അത് ആ ഫലം പുറപ്പെടുവിക്കും സുവിശേഷം. നേരത്തെ ദുഷ്പ്രവർത്തികളിൽ അകന്നു പോയവര് ശത്രുക്കളായിരുന്നു. അയ്യോ, റോമാലേഖനം 5-ാം അധ്യായം പഠിക്കുമ്പോൾ നേരത്തെ നമ്മൾ എങ്ങനായിരുന്നു അവിടെ 4 കാര്യം എഴുതിയിട്ടുണ്ട്. റോമാലേഖനം 5-ല് നിങ്ങൾക്ക് ഇതെല്ലാം അറിയാം. ഞാൻ നിങ്ങളോടൊന്നും അല്ല പറയുന്നത്. ഇതിപ്പോ പിടിക്കുന്നത് കൊണ്ട് ദൂരെ ഇരുന്ന് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വണ്ടി ഓടി വന്നപ്പം ദൂരെ വെച്ച് ഞങ്ങൾ വെള്ളം ഒരു വഴി ചോദിക്കാനായിട്ട് നിർത്തിയപ്പോൾ അവിടെ ഇരുന്നൊരു സഹോദരൻ ഇങ്ങനെ നോക്കുന്ന കണ്ടു. അപ്പം ഞങ്ങൾ വഴി ചോദിച്ചേച്ച് ഇനി പോന്നു. ഓടി വന്നവർ എനിക്ക് വന്നൊരു 3-4 കിലോമീറ്റർ ഞങ്ങൾ വന്നപ്പോൾ ഒരു ബൈക്ക് പുറകെ സ്പീഡിൽ വരുന്നു ഞങ്ങളുടെ പുറകെ. അപ്പം ഞങ്ങൾ ചിന്തിച്ചു ഇനിയും വല്ലതും മുട്ടുകോ തട്ടുകോ വല്ലതും ചെയ്തോ. നിർത്തുന്നു പറഞ്ഞായി വരുന്നേ. എന്തായാലും ബൈക്ക് പിന്നെ സ്പീഡിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ കാറിനോട് ചേർത്ത് നിർത്താൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു ചെറിയ അങ്കലാപ്പ് വന്നു. കാരണം ഇനി മുട്ടുകോ തട്ടുകോ വല്ലതും ചെയ്തോ. പരിചയമില്ലാത്ത ദേശവുമാണ്, എന്തോ പരിവക്കേടാണ്. അപ്പം നിർത്തിയപ്പം ഒരു താടിയൊക്കെ ഉള്ളൊരു മാന്യ സഹോദരനാണ്. അദ്ദേഹം നിർത്താൻ പറഞ്ഞു. എന്നോട് ചോദിച്ചു അനീഷ് കാവാലവല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതെ. എൻ്റെ പേരെന്തുവാ? അബ്ദുൾ റഹീമോ എന്തുവാണോ? ഒരു മുസ്ലിം സഹോദരനാ, മാന്യ സഹോദരൻ.
ഞാൻ അങ്ങയുടെ പ്രസംഗം എപ്പോഴും കേൾക്കും, എനിക്ക് വലിയ ഇഷ്ടമാണ്, എനിക്ക് നല്ല തൃപ്തിയായി. പെന്തിക്കോസുകാർക്ക് താല്പര്യമില്ലെങ്കിലും ഒരു മുസ്ലിം സഹോദരന് താല്പര്യം വന്നല്ലോ. നിന്നെ ഒന്നും ഇനിയും താല്പര്യപ്പെടുത്തിയിട്ടും വലിയ ഗുണമില്ല. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ വന്നത്. അത് എനിക്ക് മനസ്സിൻ്റെ ഒരു തൃപ്തിയായി. ഒരു മുസ്ലിം സഹോദരന് തൃപ്തി വന്നല്ലോ. അങ്ങനെ ഒരു സംഭവം, ഇതുപോലെ 100 സംഭവങ്ങളുണ്ട്. ധാരാളം അമ്മമാരും അപ്പന്മാരും ഒക്കെ പ്രായമുള്ളവർ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ വീട്ടിൽ പിള്ളേരാരുമില്ല, പാസ്റ്ററുടെ പ്രസംഗം കേട്ടാ ഞാൻ ഉറങ്ങുന്നത്. ആട്ടെ, ഉറക്കാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ, നല്ല കാര്യമില്ലേ? വലിയ അത്ഭുതമൊന്നും ഞാനിപ്പോൾ തീ ഇപ്പം കത്തട്ടെന്നൊന്നും കാണിക്കാൻ ഒത്തില്ലെങ്കിലും തള്ള ഉറങ്ങുന്നുണ്ടല്ലോ. ദൈവത്തിന് മഹത്വം. എനിക്ക് വളരെ സന്തോഷമാണ്. ദൈവത്തിന് മഹത്വം. അപ്പൊ അതുകൊണ്ട് നേരത്തെ നമ്മുടെ ജീവിതം അത്ര നല്ല ജീവിതമല്ല. അപ്പൊ റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ ആ ചില ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതം, നമ്മൾ ശത്രുക്കളായിരുന്നു നേരത്തെ. 5-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഒന്ന് വായിച്ചേ. റോമാലേഖനം 5:6. നാം ബലഹീനരായിരിക്കുമ്പോൾ ഒന്ന്, നമ്മൾ ബലഹീനരായിരുന്നു നേരത്തെ. ഞാനും നിങ്ങളും ബലഹീനരായിരുന്നു. നമ്മുടെ ഇരിപ്പൊക്കെ കണ്ടാൽ നമ്മളിപ്പം കിണ്ടലിയാക്കും ചുമക്കുമെന്നും പറഞ്ഞ വേദപുസ്തകം പോലും ചുമക്കാൻ മേല, അതുകൊണ്ട് കൊണ്ടുവരുന്ന പോലും ഇല്ലല്ലോ. ഇപ്പൊ ചില ഉപദേശിമാരെ കണ്ടില്ലേ, വേദപുസ്തകം ഇല്ലാതല്ലേ വരുന്നത്. അങ്ങനെയുള്ളവന് പ്രാർത്ഥിക്കാൻ പോലും അവസരം കൊടുത്തേക്കരുത്. അധ്യക്ഷൻ കൊടുക്കരുത്, പോടാന്ന് പറയണം. ഇതന്നെ കുഞ്ഞു കളിക്കുന്ന സ്ഥലമാണോ? ഇതൊരു ശുശ്രൂഷയാണ്. ആട്ടെ, ഞാൻ വിസ്തരിക്കുന്നില്ല. നടത്തിപ്പുകാർ അവിടെ ഇരുന്ന് എന്നെ നോക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ അങ്ങ് അടക്കുക. ദൈവത്തിന്റെ മഹത്വം. ഒന്ന്, നമ്മൾ ബലഹീനരായിരുന്നു. നമ്മൾ ബലഹീനരായപ്പോഴാ അവൻ നമ്മെ സ്നേഹിച്ചത്. 6-ാം വാക്യം ഒന്നോട് വായിച്ചേ മോളെ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. 2, നമ്മൾ അഭക്തരായിരുന്നു. 1, ഞാനും നിങ്ങളും ബലഹീനരായിരുന്നു. 2, ഞാനും നിങ്ങളും അഭക്തരായിരുന്നു. അതിന്റെ 8-ാം വാക്യം വായിച്ചേ. ക്രിസ്തുവും നാം പാപികളായിരിക്കുമ്പോൾ 3, നമ്മൾ പാപികളായിരുന്നു. അതിന്റെ 10-ാം വാക്യം വായിച്ചേ. ശത്രുക്കളായിരിക്കുമ്പോൾ നമ്മൾ ശത്രുക്കളായിരുന്നു. നമ്മുടെ ക്വാളിറ്റി നോക്കിയല്ല നമ്മളെ സ്നേഹിച്ചത്. യോഗ്യത നോക്കിയല്ല നിന്നെ സ്നേഹിച്ചത്. നിന്റെ ഗുണഗണം നോക്കിയല്ല നിന്നെ സ്നേഹിച്ചത്. നീ അഭക്തനായിരിക്കുമ്പോൾ, നീ പാപിയായിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ശത്രുക്കളായിരിക്കുമ്പോൾ, അഭക്തരായിരിക്കുമ്പോൾ അവൻ നമ്മെ സ്നേഹിച്ചു. നമ്മുടെ നേരത്തെ ജീവിതം ഒരു നല്ല ജീവിതമല്ല. അപ്പോൾ സുവിശേഷത്തിന്റെ ഒരു വിശേഷത, ഈ സുവിശേഷം ഫലമുളവാക്കുന്നതാ. ഫലമുളവാക്കും. ഫലം എന്തുവാ കൊലോസ്യർക്ക് ഫലം ഉളവാക്കിയത്? ഇവര് ശത്രുക്കളും ദുഷ്പ്രവർത്തികളിൽ അകന്നു പോയവരായിരുന്നു ഒരു കാലത്ത്. എന്നാൽ ആ ദിവ്യ വെളിച്ചമാകുന്ന സുവിശേഷം ഇവരുടെ അകത്തേക്ക് പ്രകാശിച്ചപ്പോൾ ഇവർ ഫലമുള്ളവരായി. എന്തുവാ ഇവരുടെ ഫലം? അവിടെ 3 ഫലമാ എടുത്തൊന്ന് പറയേണ്ടത്. ആ 3ഉം 4ഉം വാക്യം ഒന്ന് വായിച്ച് അതിനകത്ത് 3 കാര്യം എഴുതിയിട്ടുണ്ട്. 3ഉം 4ഉം വാക്യം, 1-ാം അധ്യായത്തിന്റെ 3ഉം 4ഉം വാക്യം. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. 1, ആ ഫലം കണ്ടോ? പ്രത്യാശ. അടുത്തത് ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെ. 2, വിശ്വാസം. അടുത്തത് സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹം. അപ്പൊ എത്ര കൃത്യമാ ഫലം? 1 വിശ്വാസം, 2 പ്രത്യാശ, 3 സ്നേഹം. ആ ഫലം പുറപ്പെടുവിച്ചു. എന്തുകൊണ്ട്? സുവിശേഷം കൊണ്ട്. സുവിശേഷം അകത്ത് വന്നെങ്കിൽ ഈ ഫലം വരൂ. അതല്ലേ നമ്മളെ ഉപദ്രവിച്ചിട്ട് നമ്മളെ തിരിച്ചുപദ്രവിക്കാത്തെ. എത്ര ഉപദേശിമാരെ അടിക്കുന്നു. എത്രയോ ഉപദേശിമാരെ ആ മിഷണറിയെ കത്തിച്ചില്ലയോ? അറിവിപ്പെട്ടത് അറിയാത്ത എത്രയോ കേസുകൾ. എത്ര ഉപദേശിമാരെ തല്ലുന്നു. എന്നെ തിരിച്ചു തല്ലാത്ത ആരോഗ്യമില്ലാഞ്ഞിട്ടാണോ? ഒരടിയൊക്കെ കൊടുക്കാൻ? പിന്നെ ഒന്നല്ല. ഇത് തിരിച്ചടിക്കുന്ന മാർഗമല്ല. ഇത് കേസിനും കോടതിക്കും പോകുന്ന മാർഗമല്ലിത്. ഇത് MP-നെ MLA മന്ത്രിയെ കണ്ടച്ച് സമരം ചെയ്യുന്ന മാർഗമല്ലിത്.
ഇവിടെ നമുക്ക് സുവിശേഷ വിരോധികൾക്ക് MLA ഉണ്ട്, MP ഉണ്ട് പറഞ്ഞ അതൊന്നും കേട്ട ഇളകരുത്. നമ്മളെ ദൈവമാണ് നടത്തുന്നത്. പിന്നെ അധികാരികൾ ഭരണാധികാരികൾക്ക് കീഴ്പ്പെടുകയും നിയമം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. അതിന് ഞാനെതിരല്ല. സുവിശേഷത്തിന് പീഡയുണ്ടല്ലോ. പീഡയില്ലെങ്കിൽ സുവിശേഷമല്ലല്ലോ. സ്തോത്രം. ആ പീഡ വന്നെങ്കിലല്ലയോ ഫലം പുറപ്പെടുകയുള്ളൂ. മദർ തെരേസ എന്ന് പറയുന്ന മഹതി കൽക്കട്ടയിലെ തെരുവോരങ്ങളിൽ കടന്ന കുഷ്ഠരോഗികളെ അനാഥരെയും സംരക്ഷിച്ചില്ലേ? ആ സുവിശേഷത്തിന്റെ ഫലം പുറപ്പെട്ടതാ. എത്ര ഉപദേശിമാരെയും ദൈവദാസന്മാരെയും കൊന്നൊടുക്കി. അവരുടെ കുടുംബക്കാര് കേസിന് പോയില്ലല്ലോ, എതിർക്കാൻ പോയില്ലല്ലോ. മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ച് പ്രത്യാശയോടെ ഇല്ലയോ പറഞ്ഞു വിട്ടത്? അത് സുവിശേഷത്തിന്റെ ഫലമാണ്. ഇനി അങ്ങനെ തന്നെ. ഇന്ന് രാത്രി നമ്മളെ കത്തിക്കട്ടെ, കൊല്ലട്ടെ, കരുത്തിറക്കട്ടെ, എതിർക്കരുത്, ഉടക്കാൻ പോകരുത്. ഇത് സുവിശേഷത്തിന്റെ ഫലം പുറപ്പെടുവിക്കണം. ഉടക്കുണ്ടാക്കരുത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോയി സമരമൊന്നും ചെയ്തേക്കരുത്. ഞങ്ങൾക്ക് പെന്തിക്കോസുകാർക്ക് അവകാശം തരുന്നുണ്ട്. ഊളത്തരവൊന്നും കാണിക്കരുത്. ഡൽഹി പോയി കിടക്കരുത്. മോദിയോട് പറയാം ഞങ്ങൾ തന്നില്ലേ ശരി, അങ്ങനെ പറഞ്ഞേക്കരുത്. അവര് ഭരിക്കട്ടെ അവരുടെ നിയമം അനുസരിച്ച്. ഇവിടെ ആര് ഭരിച്ചാലും പുസ്തകം പഠിപ്പിക്കുന്നത് ശരിയാകുകയല്ലെന്നാണ്. യേശു ക്രിസ്തു ഭരിക്കണം. രാജാക്കന്മാരെ വാഴിക്കുന്നവന് നീക്കുന്നവന് ദൈവമാണ്. ഭരിക്കുന്നവര് ഭരിക്കട്ടെ. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ പീഡയാ പ്രതികൂലമാകത്ത് വെപ്രാളപ്പെടരുത്. ആ പീഡയും പ്രതികൂലം വരുമ്പോഴാ നമ്മുടെ ഫലം പുറപ്പെടുവിക്കുന്നത്. സുവിശേഷം ആമേൻ ഫലം പുറപ്പെടുവിക്കുന്നതാ. ഞാൻ എൻ്റെ വാക്കുകൾ വേഗത്തിലങ്ങ് നിർത്താം. സുവിശേഷത്തിൻ്റെ 5ാമത്തെ വിശേഷത ആമേൻ സ്തോത്രം. ഈ സുവിശേഷം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ചെല്ലുന്നതാണ്. അതിൻ്റെ 8 or 7 ബാക്കി ഒന്ന് വായിച്ചാട്ടെ. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹവൃത്തിനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു എന്ന് പറഞ്ഞാൽ ഈ വാക്യം വ്യാഖ്യാനിക്കുന്നില്ല. സുവിശേഷത്തിന്റെ 5ാമത്തെ വിശേഷത ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരപ്പെടുന്നതാണ്. എപ്പഫ്രാസിൽ നിന്നാണ് കൊലോസ്യർ സുവിശേഷം കേട്ടെന്ന്. ആ കേട്ടവർ പിന്നെയും നെടുക നടന്ന് അനേകരുടെ സുവിശേഷം പറഞ്ഞു. നമുക്ക് ഈ സുവിശേഷം കേൾക്കുവാൻ അറിയുവാൻ ഭാഗ്യം ദൈവം തന്നു. ഈ മണൽപ്പരപ്പ് വിട്ടു പോകുമ്പോൾ ഒരു തീരുമാനത്തോടെ തിരിച്ചു പോകാവൂ. ഈ സുവിശേഷം ഞാൻ വേറൊരാളോട് പറയും. തിയോളജി ഒന്ന് പറക്കണ്ട, ഇത്രയും പറഞ്ഞാൽ മതി. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കും. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കും. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകും. യേശു ക്രിസ്തു രക്ഷിക്കും. യേശു ക്രിസ്തു സമാധാനം നൽകും. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്ത് ഈ മണപ്പരപ്പ് വിട്ട് തിരിച്ചു പോകാവൂ. കർത്താവിന് മഹത്വം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. 9 മണിക്ക് നിർത്തണമെന്ന ചുമതലപ്പെട്ടവർ പറഞ്ഞത് 5 മിനിറ്റ് കൂടുണ്ട്. ചിലക്ക് എന്നെ പറ്റി ഒരു ധാരണ ഉണ്ട്, അയാൾ സമയത്തും കാലത്തും നിർത്തുകയല്ലെന്ന്. അത് ഞാൻ ഇന്ന് കാണിക്കാം. ദൈവത്തിന് മഹത്വം. ആശാരി പറഞ്ഞതുപോലെ ആ പിടാനും അറിയാം, അത് ഊരാനും എനിക്കറിയാം. സുവിശേഷത്തിന്റെ 6ാമത്തെ വിശേഷത അതിന്റെ 3ാം വാക്യം വായിക്കാം. 3ാം വാക്യം. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. കർത്താവിന് മഹത്വം. സുവിശേഷത്തിന്റെ 6ാമത്തെ വിശേഷത ഈ സുവിശേഷം പ്രത്യാശ തരുന്നതാണ്. എന്തുവാ നമ്മുടെ പ്രത്യാശ? നമ്മുടെ പ്രത്യാശ മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു വീണ്ടും വരാൻ പോവുക. യേശു ക്രിസ്തു വീണ്ടും വരും. ഒരിക്കൽ വന്നതാ. എന്തിന്? മാനവജനതയുടെ പാപം പരിഹരിക്കാൻ. കന്യാസൂനുമായി ഭൂമിയിൽ അവതരിച്ച് നാടെങ്ങും നന്മ സുവിശേഷിച്ച് മരിച്ചവരെ ഉയർപ്പിച്ച് രോഗിയെ സൗഖ്യമാക്കി കുരുടർക്ക് കാഴ്ച കൊടുത്ത് ചെകിടർക്ക് കേൾവി കൊടുത്ത് അവൻ നാനാ വ്യാധികളാലും ബാധകളാലും വലഞ്ഞവരെ സുഖപ്പെടുത്തി. തിരുവെടുത്തിന്റെ നിർണയപ്രകാരം തിരുവെടുത്ത് പറഞ്ഞതുപോലെ കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി കുരിശുമര ചുമന്ന് കാൽവറിയുടെ കൊലമരത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ഇരുമ്പാനുകൾ കേൾപ്പിച്ചു കൊടുത്ത് ഏവനെ തന്ന ക്രിസ്തു മരിച്ചു. തിരുവെടുത്ത് പറഞ്ഞതുപോലെ 3 യേശു ഉയർത്തു. ഇന്നും ജീവിക്കുന്നു. ഉയർത്ത ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയിരിക്കുക. ആ ക്രിസ്തു തിരിച്ചു വീണ്ടും വരും. എന്തിന്? തിരുസഭയെ ചേർക്കാൻ. അതാണ് സുവിശേഷത്തിന്റെ പ്രത്യാശ.
അതാണ് നമ്മുടെ പ്രത്യാശ. യേശു ക്രിസ്തു വീണ്ടും വരും. എവിടെ നിന്നാ വരുന്നത്? അതാ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-21 വായിച്ചങ്ങ് അവസാനിപ്പിക്കാം. ഫിലിപ്പിയർ 3:20-21. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു, അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രത്യാശ. തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടാൻ പോകുക. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. ഈ പ്രത്യാശയോടെ വേണം ഇന്ന് രാത്രി തിരിച്ചു പോകാൻ. ആരെ ചേർക്കാനാ യേശു വരുന്നത്? വിശുദ്ധന്മാരെ ചേർക്കാൻ. വാട്ടം, ചുളുക്കം, മാലിന്യം, കറ ഒന്നുമില്ലാതെ ശുദ്ധയും ശുഭ്രയുമായി തനിക്ക് മുൻനിർത്തേണ്ടതിന് ലോകത്തിന്റെ മാലിന്യങ്ങളെക്കാതെ ലോകമോഹത്തെ, ലോകാഡംബരങ്ങളെ, ലോകയിമ്പങ്ങളെ ജയിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് അവൻ പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ച് തിരുമേശയെടുത്ത് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥനയിൽ പോരാടി വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ ആ യേശു വീണ്ടും വരും. അതാ സുവിശേഷത്തിന്റെ പ്രത്യാശ. നമ്മുടെ കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആരും അവനുമായിരിക്കാതെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സുവിശേഷത്തിന്റെ പ്രത്യാശ. ഇന്ന് രാത്രി ആ പ്രത്യാശയോടെ നമുക്ക് ഇവിടെ വിട്ട് മടങ്ങി പോകാം. അല്പസമയങ്ങൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വം. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. സത്യവചനം കേട്ടു നീവാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം കൈയടിച്ച് ചേർന്ന് നിത്യജീവൻ നിനക്കേകിടുമേ. നിൻപേരും ജീവ പുസ്തകത്തിൽ ഉണ്മയായി എഴുതിടുമേ. വരുമീ നീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു.